So once again, welcome back to the session, everyone. So this is the day 3 of our marathon and question practice session. സോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് 2 ദിവസത്തെ സെഷൻസിൽ ഇന്റേണൽ കൺട്രോൾസും ഓഡിറ്റ് റിസ്കിന്റെയും ഏരിയാസ് ആയിരുന്നു റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. ആൻഡ് സെയിം ഇസ് ദാറ്റ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന്റെ ഏരിയ ആണ്. സോ വെൽ ബിഫോർ സ്റ്റാർട്ടിംഗ് വിത്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമുക്ക് കുറച്ച് ഏരിയാസ് റിവൈസ് ചെയ്യാനുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന്റെ, നമുക്കത് റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോവാം. ഓക്കെ, ബേസിക്കലി സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എന്താണെങ്കിലും ഉറപ്പായിട്ടും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന്റെ ഏരിയ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന്റെ ഏരിയ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മാർക്കിനല്ല വരിക. നമ്മുടെ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണെങ്കിലും നമുക്കറിയാം, ലാസ്റ്റ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 15 മാർക്സിന് സബ്സ്റ്റാൻറ്റീവ്സും ആൻഡ് നോർമലി 5 മാർക്സിന് റിപ്പോർട്ടിംഗും ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ആൻഡ് ഇതിന് പുറമെ നമ്മുടെ ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റ്യന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യന്റെ കൂട്ടത്തിലും നമുക്ക് എന്ത് ചോദിക്കാം, സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ എങ്ങനെയാണെങ്കിലും സബ്സ്റ്റാൻറ്റീവ്സ് നല്ല മാർക്കിന് തന്നെ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ട് നമ്മൾ പറയാം സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയയിൽ അത്രയും ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കണം എന്ന്. ആൻഡ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയ പഠിക്കുന്ന സമയത്താണെങ്കിലും പലപ്പോഴും പലരും വരുത്തി വെക്കുന്നത് തെറ്റാണ്. സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പഠിച്ചിട്ട് ആ സബ്സ്റ്റാൻറ്റീവ്സ് തന്നെ ആയിരിക്കും എല്ലാ സിറ്റുവേഷനും കൊണ്ട് എഴുതുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. സബ്സ്റ്റാൻറ്റീവ്സ് നമുക്ക് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണേലും നമ്മൾ നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതി പോകണം ആൻഡ് വൃത്തിക്ക് സിനാരിയോ ബേസ്ഡ് ആയിട്ട് എഴുതി പോകണം. ആൻഡ് നമ്മൾ കുറേ സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിരുന്നു, കോമൺ ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കല്ല, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഡിസ്കസ് ചെയ്ത സബ്സ്റ്റാൻറ്റീവ്സ് ഒന്ന് ക്വിക്ലി അത് ത്രൂ ഒന്ന് പോവാം, എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞിരുന്നു, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിനെ നമുക്ക് പല രീതിയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ബേസിക്കലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമുക്കൊരു 3 ഹെഡായിട്ട് ഡിവൈഡ് ചെയ്യാം, 3 അല്ല 4 ഹെഡായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, നമുക്ക് ജനറൽ ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചോദിക്കും. അതായത് നമ്മൾ നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിനെ സിനാരിയോ ഒന്നും തരാതെ തന്നെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താണോ ചോദിച്ച് അത് തന്നെ എഴുതി പോയാൽ മതി. സോ അവിടെ നിങ്ങൾക്ക് പഠിച്ച പോയിന്റ്സ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിട്ടുള്ള പോയിന്റ്സ് എഴുതാം. ദെൻ അതേപോലെ തന്നെ നിങ്ങളോട് അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ളത് ചോദിക്കും. പിന്നെ നിങ്ങളോട് അവിടെ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കുന്നുണ്ടാവും. ഇനി അസേർഷൻ പ്ലസ് സിനാരിയോ മിക്സ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവും. ഇങ്ങനെ പല കാറ്റഗറി ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അവൻ ജനറൽ ആയിട്ടുള്ളത് വരാം, അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള വരാം, സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള വരാം, അസേർഷൻ പ്ലസ് സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ളത് വരാം. അപ്പം നമുക്ക് നോക്കാം ഈ ഓരോ സബ്സ്റ്റാൻറ്റീവ്സും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സിന്റെ നോട്ട്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സബ്സ്റ്റാൻറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവണം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, നമുക്ക് ഈ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത് നല്ലതാണോ അതോ മോശമാണെന്നാണോ നമ്മൾ പറഞ്ഞത്? ഡെഫിനറ്റ്ലി നല്ലതാണെന്നാണ് പറഞ്ഞത്. കാരണം കൺഫ്യൂഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ പഠിച്ച ഒരാൾക്ക് മാത്രമേ കൺഫ്യൂഷൻ വരുള്ളൂ. കാരണം എന്തൊക്കെ സബ്സ്റ്റാൻറ്റീവ്സ് ആണ് മൊത്തം നമുക്ക് സിലബസിൻ്റെ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണോ എഴുതേണ്ടത്, ഇതാണോ എഴുതേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അവിടെ ഞാൻ പറഞ്ഞ പഠിച്ച ഒരാൾക്ക് മാത്രമേ കൺഫ്യൂഷൻ വരുള്ളൂ. അപ്പം സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയയിൽ എവിടെയൊക്കെയാണ് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ടാവും, സിനാരിയോ ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ ഒരു ന്യൂ ക്ലൈന്റ് ആണെന്ന് പറയും. ആ ന്യൂ ക്ലൈന്റിന്റെ ഓഡിറ്റ് ഫസ്റ്റ് ടൈം എവറാണ് ഓഡിറ്ററായി നിങ്ങളും ക്യാരി ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ വെനെവർ ദർ ഈസ് എ ന്യൂ ക്ലൈന്റ്, അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രോബ്ലം ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവുക എന്നുള്ളത്. സോ ന്യൂ ക്ലൈന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ചോദിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് എപ്പോഴും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ് ഓപ്പണിംഗ് ബാലൻസിൻ്റെത്. അല്ലെങ്കിൽ നോർമലി ജനറൽ ആയിട്ട് തന്നെ നിങ്ങളോട് ഓപ്പണിംഗ് ബാലൻസിൻ്റെയും ചോദിക്കുന്നുണ്ടാവും. ഇനി ബാങ്ക്, നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ടെസ്റ്റ് ചെയ്യാറുള്ള ഒരു സെറ്റ് ഓഫ് സബ്സ്റ്റാൻറ്റീവ് ആണ് ബാങ്ക്, വിച്ച് ക്യാൻ ബി കൺസിഡർ ദ ഹൈ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി. നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ ബാങ്ക് ആണ് ഏറ്റവും ഫ്രീക്വന്റ് ചോദിക്കാറുള്ള ഒരു സെറ്റ് ഓഫ് സബ്സ്റ്റാൻറ്റീവ്. ആൻഡ് ബാങ്കിന് സബ്സ്റ്റാൻറ്റീവിന് ആൻസേഴ്സ് എഴുതുന്ന കാര്യം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക.
നിങ്ങൾക്ക് എന്താണ് ഒരു ചെറിയ സിനാരിയോ എങ്കിലും നോർമലി തരാറുണ്ട്. ആ സിനാരിയോ വായിച്ചിട്ട് എഴുതാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് കമ്പനി പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞിരുന്നു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളത് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ റീപെർഫോം അരിത്തമെറ്റിക് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ ടു കൺഫേം ആക്യുറസി എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. കാരണം എന്താ? ബാങ്ക് റീകൺസിലേഷൻ ചെയ്തിട്ടില്ല. ചെയ്യാത്ത സാധനം നിങ്ങൾ എടുത്തിട്ട് റീകൺസിലേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. റീകൺസിലേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് റീപെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയാൻ ക്യാഷ് ബുക്കിലെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെയും ലെഡ്ജറിലെയും ഒക്കെ ബാലൻസും ഈ പറയുന്ന ലെഡ്ജർ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിലെ ബാലൻസ് തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ചിലപ്പോൾ പോയിന്റ് എഴുതി വെക്കും. എഗെയിൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റീകൺസിലേഷൻ ചെയ്തിട്ടില്ല എന്ന്, എഴുതിയ മാർക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് സിനാരിയോക്കകത്ത് നോക്കണം എന്തൊക്കെയുള്ളതെന്ന്. ഇപ്പോ നിങ്ങളോട് അവിടെ സിനാരിയോക്കകത്ത് പറയുന്നുണ്ട് കമ്പനിക്ക് പോസിറ്റീവ് ബാങ്ക് ബാലൻസ് ആണുള്ളതെന്ന്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഓവർ ഡ്രാഫ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് ഓവർ ഡ്രാഫ്റ്റ് സെറ്റ് ഓഫ് റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേ സിനാരിയോക്കകത്ത് എന്താ ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ പോയിന്റ്സ് എഴുതാവുള്ളൂ. ഇനി ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് വൺ ആണ്. ആൻഡ് ഇമോൾമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഡയറക്ടർ കൊടുക്കുന്ന സാലറി, ഫീസ്, ബോണസ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, നോൺ ക്യാഷ് ബെനിഫിറ്റ്, കോമ്പൻസേഷൻ ഫോർ ദ ലോസ് ഓഫ് ഓഫീസ്, ഇതിനെല്ലാത്തിനെയും കമ്പൈൻഡ് ആയിട്ട് വിളിക്കുന്ന പേരാണ് ഇമോൾമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സും ഇവിടെ റിലേറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ് പേറോളിന്റെ പോയിന്റ്സ്, അതേപോലെ തന്നെ അക്രൂവൽസിന്റെ പോയിന്റ്സ്. അതായത് ഇത് ഏത് സിറ്റുവേഷനിലാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോൾമെന്റ്സ് നമ്മൾ എഴുതുന്നുണ്ടാവുക ഡയറക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേ ഔട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്. ഡയറക്ടേഴ്സിനുള്ള പേ ഔട്ടിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻലി ഇമോൾമെന്റ്സിന്റെ പോയിന്റ്സ് എഴുതാവുള്ളൂ. എംപ്ലോയീസിനുള്ള പേയ്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇമോൾമെന്റ്സിന്റെ പോയിന്റ്സ് എഴുതരുത്, പേറോളിന്റെ തന്നെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും സബ്സീക്വന്റ് ടു ദി ഇയർ എൻഡ് ആണ് ഇമോൾമെന്റ്സ് പേ ചെയ്യാൻ പോകുന്നത്. അതായത് ഡയറക്ടേഴ്സിന്റെ ബോണസ് ഇയർ എൻഡ് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ആണ് പേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ? അത് ലയബിലിറ്റി ആവും, അക്രൂവൽ ആവും. സോ അവിടെ അക്രൂവൽസിന്റെ പോയിന്റ്സും കൺസിഡർ ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പൊ ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സും പേറോൾസും അക്രൂവൽസും കൺസിഡർ ചെയ്യുന്നുണ്ടാവണം ഇമോൾമെന്റ്സ് ചോദിക്കുന്ന സമയത്ത്. അവിടെ ഏതാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് മാത്രം എഴുതുക. ഇപ്പം ഇമോൾമെന്റ്സ് പേ ചെയ്തു എന്നാണ് പറയുന്നത്, അവിടെ അക്രൂവൽസിന്റെ ഇമ്പാക്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യു നീഡ് നോട്ട് മെൻഷൻ എനിത്തിങ് റിലേറ്റിംഗ് ടു ദ അക്രൂവൽ പാർട്ട്. അവിടെ ഉള്ളതിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഇനി റവന്യൂ ഇമ്പോർട്ടന്റ് ആണ്. റവന്യൂ നിങ്ങളോട് ചിലപ്പോൾ ജനറൽ പ്രൊസീജിയേഴ്സ് ചോദിക്കും വിതൗട്ട് ഗിവിംഗ് സിനാരിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ച പോയിന്റ്സ് എഴുതാം. ആൻഡ് നോർമലി റവന്യൂവിന്റെ നിങ്ങളുടെ അടുത്ത് അസേർഷൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. റവന്യൂ ആൻഡ് റിസീവബിൾസ് നമ്മൾ അസേർഷൻ സ്പെസിഫിക് ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. പെർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസ് നമ്മൾ പഠിച്ചതായിരുന്നു ഓൾറെഡി. ബട്ട് പർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസിന്റെ അകത്ത് അഡീഷണലി പോയിന്റ്സ് കയറി വരാൻ ചാൻസ് ഉള്ളത് അതർ എക്സ്പെൻസസും കൂടെ ഉള്ളതുകൊണ്ട് അവിടെ അക്രൂവൽസും വരാം, അതേപോലെ തന്നെ പ്രീപേയ്മെന്റ്സും വരാം. സോ അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങളോട് ക്വസ്റ്റിന്റെ അകത്ത് പറയുന്ന സമയത്ത് സിനാരിയോയിൽ പറയാണ് പർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസിന്റെ എമൗണ്ട്സ് എന്തെങ്കിലും കമ്പനി പേ ഔട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പർച്ചേസിന്റെ അല്ല, ഡയറക്ട്ലി പർച്ചേസിന്റെ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് പേബിൾസ് ആയിരിക്കും വരിക പേ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. ബട്ട് അതർ എക്സ്പെൻസസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി, യൂട്ടിലിറ്റി ബിൽസ്, ഏതെങ്കിലും വാട്ടർ ബില്ല്, അങ്ങനെ ഏതെങ്കിലും കമ്പനി ഓൺ ടൈം കൊടുത്തിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ അക്രൂവൽസിന്റെ പോയിന്റ്സ് കയറി വരാം. ഇനി എന്തെങ്കിലും സിനാരിയോയിൽ പറയാണ് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തും കൂടെ വരും, പ്രീ പേയ്മെന്റ്സ് വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് സെയിൽസ് ടാക്സ് ലയബിലിറ്റി. സെയിൽസ് ടാക്സ് ലയബിലിറ്റി അങ്ങനെ ഒരുപാട് ടെസ്റ്റ് ചെയ്യാറില്ല, ബട്ട് ചില പ്രാവശ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കാതിരിക്കില്ല. അതുകൊണ്ട് സെയിൽസ് ടാക്സ് ലയബിലിറ്റി ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ അത് ഒരുപാട് സിനാരിയോ ബേസ്ഡ് ആയിരിക്കാൻ സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ നല്ലപോലെ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ഓൺ വേർഡ്സിൽ എഴുതുക. പേറോള് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പേറോളും അക്രൂവൽസും അതേപോലെ തന്നെ ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സും. എംപ്ലോയീസിന് കൊടുത്ത പേ ഔട്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പേറോളിന്റെ പോയിന്റ് പറയാം. ഡയറക്ടേഴ്സിന് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇമോൾമെന്റ്സിന് പറയാം. കാരണം ഇമോൾമെന്റ്സിന്റെ നമ്മൾ നോക്കുന്നത് എന്തായിരുന്നു? ഡയറക്ടേഴ്സ് സർവീസ് കോൺട്രാക്ട്, അതേപോലെ തന്നെ അത് പേറോൾ എക്സ്പെൻസുമായിട്ട് മാച്ച് ചെയ്യായിരുന്നു ചെയ്യല്. ഇവിടെ ആകുമ്പോഴത്തേനും അത് എന്തായി മാറും? എംപ്ലോയി സർവീസ് കോൺട്രാക്ട് ആയി മാറും. സോ ദ വിൽ ബി ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ പറയാവുള്ളൂ കേട്ടോ. പിന്നെ പ്രൊവിഷൻ പലപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു സിനാരിയോ സ്പെസിഫിക് ആയിട്ടായിരിക്കും പ്രൊവിഷൻ ചോദിക്കുന്നുണ്ടാവുക. സോ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സും, സോറി അലവൻസസ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സും, അതേപോലെ തന്നെ നമുക്കറിയാം പ്രൊവിഷൻ ഫോർ ലീഗൽ ക്ലെയിംസും, അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ റിഡൻഡൻസിയും. ഇവിടെ എല്ലാം പ്രൊവിഷൻ വെക്കുന്ന സമയത്ത് പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാനുള്ള കണ്ടീഷൻസ് വേറെ തന്നെയാണ്. നമുക്കറിയാം ഇപ്പൊ ലിറ്റിഗേഷൻ ആണെങ്കിൽ നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്തു, അതിന് അവിടെ നമുക്ക് നോട്ടീസ് വരുമ്പോഴായിരിക്കും നമുക്ക് അവിടെ പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവുന്നത്, പ്രോബബിൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നു. അതേ സ്ഥാനത്ത് റിഡൻഡൻസിയുടെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു എപ്പോഴാണ് പ്രസന്റ് ഒബ്ലിഗേഷൻ വരിക? നമ്മൾ റിഡൻഡൻസിനെ കുറിച്ച് എംപ്ലോയീസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ്.
അപ്പൊ അവിടെ അക്കൗണ്ട്സിന്റെ അകത്തുള്ള കാര്യങ്ങളും കൂടെ കയറി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു സിനാരിക്കകത്ത് എന്താണോ ഉള്ളത് അത് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഇനി റിസീവബിൾസിന് നമ്മൾ അസേർഷൻ സ്പെസിഫിക് ആയിട്ടായിരുന്നു പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കംപ്ലീറ്റ്നെസ് പഠിച്ചു, എക്സിസ്റ്റൻസ് പഠിച്ചു, ആക്യുറസി വാല്യൂഷൻ അലൊക്കേഷൻ പഠിച്ചു, റൈറ്റ്സ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ പഠിച്ചു, കട്ട് ഓഫ് പഠിച്ചു, ഒക്കറൻസ് പഠിച്ചു, പ്രസന്റേഷൻ പഠിച്ചു. ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളത് എക്സിസ്റ്റൻസ് ആണ്. എക്സിസ്റ്റൻസിനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എക്സിസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് ബാക്കിയെല്ലാം ഇൻക്ലൂഡിങ് കംപ്ലീറ്റ്നെസ് മനസ്സിലാക്കി വെക്കുക, അതിനെ ചോദിച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാനുള്ളതാണ്. സോ എക്സിസ്റ്റൻസിന് കോർ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി അതിനുശേഷം നമുക്ക് ഇൻവെന്ററി ആണുള്ളത്. ഇൻവെന്ററിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം ഇൻവെന്ററിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പോയിന്റ്സ് പഠിച്ചത്. ഇൻവെന്ററിയിൽ തന്നെ അസേർഷൻ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ്നെസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, എക്സിസ്റ്റൻസ്, ഒക്കറൻസ് ആൻഡ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കട്ട് ഓഫ്, ആക്യുറസി വാല്യൂഷൻ ലൊക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, ഇത്രയും പഠിച്ചു. ഇതിനു പുറമെ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതാണ് ബിഫോർ ദി ഇൻവെന്ററി കൗണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഡ്യൂറിംഗ് ദി ഇൻവെന്ററി കൗണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആഫ്റ്റർ ദി ഇൻവെന്ററി കൗണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇൻവെന്ററി ഹെൽഡ് വിത്ത് തേർഡ് പാർട്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇൻവെന്ററി സ്റ്റാൻഡേർഡ് കോസ്റ്റ് റെക്കോർഡ് ചെയ്തേക്കുന്ന എന്തൊക്കെ ചെയ്യണം, ഇൻവെന്ററി കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ ചെയ്യണം. അപ്പം ഇതെല്ലാത്തിനെ കുറിച്ചും പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. നിങ്ങൾക്ക് ആദ്യം ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് വേണ്ട നിങ്ങൾക്ക് എന്തൊക്കെ ശരിക്കും പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലാണ്. അപ്പൊ അതായത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ദി ഇൻവെന്ററി കൗണ്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, അറ്റൻഡൻസ് അറ്റ് ദി ഇൻവെന്ററി കൗണ്ട് പഠിക്കാനുണ്ടായിരുന്നു, ആഫ്റ്റർ ദി ഇൻവെന്ററി കൗണ്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നു, ഇൻവെന്ററി ഹെൽഡ് ബൈ തേർഡ് പാർട്ടീസ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന് പഠിക്കാനുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ടിന് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ ഒരു ബോധം ഉണ്ടാവണം. അപ്പം ഇൻവെന്ററിയുടെ അസേർഷൻ സ്പെസിഫിക് ആയിട്ട് പലപ്പോഴും ചോദിച്ചു കാണാറുള്ളത് ആക്യുറസി വാല്യൂഷൻ അലൊക്കേഷൻ ആണ്. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വെക്കുക. ബട്ട് പിന്നീട് അങ്ങോട്ട് നിങ്ങൾ സിനാരിയോ പ്രോപ്പർലി വായിക്കണം. അവിടെ എന്തൊക്കെയാണ് സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്നത് നോക്കുക. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇൻവെന്ററി കൗണ്ട് നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന്. അപ്പൊ അവിടെ ബാക്കിയുള്ള ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, പകരം ബിഫോർ ദി ഇൻവെന്ററി കൗണ്ടിന്റെ പോയിന്റ്സ് തന്നെ എഴുതണം. നിങ്ങളോട് പറയും ഇൻവെന്ററി കൗണ്ട് ഓൾറെഡി നടന്നു എന്ന് പറയും, അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇൻവെന്ററി കുറച്ച് തേർഡ് പാർട്ടിയുടെ തിരുപ്പുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ ദി ഇൻവെന്ററി കൗണ്ടിന്റെ പോയിന്റ്സ് എഴുതുക, ഇൻവെന്ററി ഹെൽഡ് അറ്റ് തേർഡ് പാർട്ടിയുടെ പോയിന്റ്സ് എഴുതണം. നിങ്ങളോട് ചിലപ്പോൾ സിനാരിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇൻവെന്ററി തേർഡ് പാർട്ടിയുടെ അടുത്താണ് ഇരിക്കുന്നത്, കൗണ്ട് കഴിഞ്ഞു, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് കമ്പനി ഫോളോ ചെയ്യുന്നതെന്ന് പറയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിനെ പോയിന്റ്, ഹെൽഡ് വിത്ത് തേർഡ് പാർട്ടി, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവെന്ററി ആഫ്റ്റർ ദി ഇൻവെന്ററി കൗണ്ട്, ഇത്രയും പോയിന്റ്സ് മിക്സപ്പ് ചെയ്തിട്ട് വേണം എഴുതാൻ. 6 പോയിന്റ്സ് ചോദിച്ച് 2 പോയിന്റ്സ് ഈച്ച് എഴുതുക. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ്റെ അകത്ത് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാണ് കമ്പനി കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് ആണ് ഫോളോ ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ പോയിന്റ്സ് ഒന്നുമല്ല, കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ടിന്റെ പോയിന്റ്സ് തന്നെ എഴുതുക. അപ്പൊ അങ്ങനെ സിനാരിയോക്കകത്ത് എന്താണോ അവർ ഡിമാൻഡ് ചെയ്യുന്നത്, സിനാരിയോക്കകത്ത് അവർ ഡിമാൻഡ് ചെയ്യുന്ന പോയിന്റ്സിനനുസരിച്ച് എഴുതുക. നിങ്ങൾ പഠിച്ച എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ സിനാരിയോ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ നിങ്ങൾ പഠിച്ച എന്താണെന്നുള്ളതായിട്ട് മാച്ച് ചെയ്യുക, എന്നിട്ട് ആ പോയിന്റ്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് വേണം പോയിന്റ്സ് എഴുതി പോകാൻ. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഓർത്ത് വെക്കുക, ഇൻവെന്ററിയുടെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ്, ദെൻ ബിഫോർ ദി ഇൻവെന്ററി കൗണ്ട്, ഡ്യൂറിംഗ് ദി ഇൻവെന്ററി കൗണ്ട്, ആഫ്റ്റർ ദി ഇൻവെന്ററി കൗണ്ട്, ഇൻവെന്ററി ഹെൽഡ് വിത്ത് തേർഡ് പാർട്ടി, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ദെൻ കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട്. ഇത്രയാണ് നമ്മുടെ സിലബസിന്റെ അകത്തുള്ളത്. ഇനി ട്രേഡ് പേബിൾസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു കംപ്ലീറ്റ്നെസ് ആണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ ട്രേഡ് പേബിൾസിൽ നിന്ന് ചോദിക്കാറുള്ളത്. നമ്മൾ വീണ്ടും ഓർക്കുക, ഏറ്റവും കൂടുതൽ ചോദിക്കും എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് മാത്രം പഠിക്കണം എന്നല്ല, അതാണ് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത്. ബട്ട് ചോദ്യങ്ങൾ ബാക്കിയുള്ള ഏരിയാസിൽ നിന്ന് വരാറുണ്ട്. സോ ട്രേഡ് പേബിൾസിന്റെ അകത്ത് കംപ്ലീറ്റ്നെസ് ആയിരിക്കും കോർ ആയിട്ട് കയറി വരുന്നുണ്ടാവുക. സോ യു ഹാവ് ടു കൺസിഡർ ദ കംപ്ലീറ്റ്നെസ് പാർട്ട്. ഇനി നെക്സ്റ്റ് ടാൻജിബിൾ നോൺ കറന്റ് അസറ്റ്സ്. നമ്മൾ പറഞ്ഞിരുന്നു ടാൻജിബിൾ നോൺ കറന്റ് അസറ്റ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ കൺഫ്യൂഷൻ വരേണ്ട ഏരിയ ആണ് ഇൻവെന്ററി, അതേപോലെ തന്നെ കൺഫ്യൂഷൻ വരേണ്ട ഏരിയ ആണ് ഇൻടാൻജിബിൾ അസറ്റ്. അതായത് നിങ്ങളോട് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും അഡീഷൻ ഓഫ് എ അസറ്റ് കമ്പനി കറണ്ട് ഇയർ നടത്തി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അല്ല നിങ്ങളോട് പറയും ഡ്യൂറിങ് ദി ഇയർ കമ്പനി കുറെ വെഹിക്കിൾ പർച്ചേസ് ചെയ്തു, ആ വെഹിക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ പലപ്പോഴും പിള്ളേർ ചെയ്യൽ എന്താ, വെഹിക്കിളിന്റെ വാല്യുവേഷൻ, ആക്യുറസി വാല്യുവേഷൻ, അലൊക്കേഷനെ കുറിച്ചുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കുകയാണ്. അപ്പൊ നേരെ പോയിട്ട് ടാൻജിബിൾ നോൺ കറന്റ് അസറ്റിന്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ആക്യുറസി വാല്യുവേഷൻ അലൊക്കേഷന്റെ പോയിന്റ്സ് എഴുതും, കൺസിഡറിങ് ദാറ്റ് വെഹിക്കിൾ ഈസ് PP. പക്ഷെ നിങ്ങളോട് തുടക്കത്തിൽ ക്വസ്റ്റ്യനിൽ നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ടാവും ഈ കമ്പനി വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയാണ്,
ഈ കമ്പനിയുടെ ഇൻവെന്ററിയാണ് വെഹിക്കിൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ വെഹിക്കിളിന്റെ ആക്യുറസി വാല്യുവേഷൻ അലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലിറ്ററലി എഴുതേണ്ടത് എന്തിന്റെയാണ്? നിങ്ങൾ ഇൻവെന്ററിയുടെ ആക്യുറസി വാല്യുവേഷൻ അലൊക്കേഷൻ വേണം എഴുതാൻ, PPയുടെ അല്ല. കാരണം നമുക്കറിയാം ഇൻവെന്ററിയുടെയും അതേപോലെ തന്നെ ഇവിടെയും വന്നു കഴിയുമ്പോൾ വാല്യുവേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്, ശരിയല്ലേ? കാരണം ഇൻവെന്ററി വാല്യുവേഷനകത്ത് നമ്മൾ നോക്കുന്നുണ്ടാവുക ലോവർ ഓഫ് കോസ്റ്റ് ആണോ NRV ആണോ കാണിച്ചേക്കുന്നത് എന്നുള്ളതായിരിക്കും. അതേ സ്ഥാനത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ വാല്യുവേഷനകത്ത് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും? ലോവർ ഓഫ് കോസ്റ്റ് ഒരു NRV എന്നുള്ളതായിരിക്കില്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ പറയുന്നുണ്ടാവുക നമ്മൾ കറക്റ്റ് ആയിട്ട് കോസ്റ്റ് മോഡലാണോ ഫോളോ ചെയ്തേക്കുന്നത്, റീവാലുവേഷൻ മോഡലാണോ? റീവാലുവേഷൻ മോഡലാണെങ്കിൽ റീവാലുവേഷൻ ഗെയിൻ ആൻഡ് ലോസസ് കറക്റ്റ് ആയിട്ട് OCയിലേക്ക് എടുത്തിട്ടുണ്ടോ ഇൻസ്റ്റെഡ് ഓഫ് P&L, ഇത് ഓരോന്നായിരിക്കും നോക്കുന്നുണ്ടാവുക. സോ വാലുവേഷൻ മെത്തേഡ് ഇറ്റ് സെൽഫ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. ആൻസർ മൊത്തത്തിൽ മാറും. അതുകൊണ്ട് നിങ്ങൾ നോക്കണം നിങ്ങളോട് ചോദിച്ചേക്കുന്നത് PP ആണോ അതോ ഇൻവെന്ററി ആണോ എന്ന്. അതേപോലെ തന്നെ പലപ്പോഴും വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു അഡീഷൻ ഓഫ് അസറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ നോക്കുക ടാഞ്ചിബിൾ അസറ്റിനെ കുറിച്ചാണോ പറയുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ കുറിച്ചാണോ പറയുന്നത്? ടാഞ്ചിബിൾ ആയിട്ടുള്ള ഏത് അസറ്റ് ആണെങ്കിലും ഫിസിക്കലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം നോൺ കറന്റ് അസറ്റ്സിന്റെ പോയിന്റ്സ് എഴുതാം. പക്ഷെ അവിടെ ഇഫ് ദ ടോക്കിംഗ് അബൌട്ട് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് എ പേറ്റന്റ്, അതിനെക്കുറിച്ച് സിനാരിയോയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. റിക്വയർമെന്റിന്റെ അകത്ത് അഡീഷൻ ഓഫ് അസറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം റിക്വയർമെന്റിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, ടാഞ്ചിബിൾ ആണോ ഇൻടാഞ്ചിബിൾ ആണോ? ടാഞ്ചിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾ എന്തിനെ കുറിച്ച് തന്നെ എഴുതുക, നോൺ കറന്റ് അസറ്റ്സിനെ കുറിച്ച് എഴുതുക. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി നമ്മൾ പോയിന്റ്സ് പഠിച്ചിരുന്നു. ആ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ പോയിന്റ്സ് തന്നെ എഴുതുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരി വൺ? Yes, sir. എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ, ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ അസറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വാലുവേഷൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡു ലേൺ ദ അതർ പോയിന്റ്സ് ആസ് വെൽ, എസ്പെഷ്യലി റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഒക്കെ പഠിക്കുക. പിന്നെ ഫ്രീക്വന്റ്ലി ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് ഇവിടെ നിന്ന് ചോദിക്കാറുള്ളത് അഡീഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ്സും ഡിസ്പോസൽ ഓഫ് അസറ്റ്സും ആണ്. അപ്പോൾ അഡീഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ്സും ഡിസ്പോസൽ ഓഫ് അസറ്റ്സിന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കുക. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു അഡീഷനും ആയിട്ട് കൺഫ്യൂഷൻ വരേണ്ട ഒരു സാധനമാണ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സ്. അതായത് നിങ്ങൾ ഒരു അസറ്റ് വാങ്ങി പുതുതായിട്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ അഡീഷൻ ഓഫ് അസറ്റ്സിന്റെ പോയിന്റ്സ് എഴുതാവുള്ളൂ. നിങ്ങളോട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു അസറ്റ് ഡെവലപ്പ് ചെയ്തതാണ്. സോ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു അസറ്റ് ഡെവലപ്പ് ചെയ്താണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സ് ആയിരിക്കും. ഇറ്റ് വിൽ നോട്ട് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് അഡീഷൻ ഓഫ് അസറ്റ്സ്. അപ്പോൾ നിങ്ങൾ നോക്കുക കമ്പനി തന്നെ സ്വയം ഉണ്ടാക്കിയ ഒരു അസറ്റ് ആണോ കമ്പനിയായിട്ട് വാങ്ങി വെച്ച അസറ്റ് ആണോ എന്ന്. കമ്പനിയായിട്ട് ഉണ്ടാക്കിയ അസറ്റ് ആണെങ്കിൽ അഡീഷൻ ഓഫ് അസറ്റ്സിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് എഴുതാം. അതേ സ്ഥാനത്ത് കമ്പനി വാങ്ങി വെച്ചതാണെന്നുണ്ടെങ്കിലോ കമ്പനിയായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലോ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സിന്റെ പോയിന്റ്സ് എഴുതുക. ഇനി എപ്പോഴും നോക്കണേ, നിങ്ങളോട് പലപ്പോഴും അഡീഷൻ ഓഫ് അസറ്റ്സ് പറയുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നിങ്ങളോട് പറയാനുണ്ട് കമ്പനി ഇന്ന അസറ്റ്സ് അഡീഷൻ നടത്തി ആൻഡ് ആഫ്റ്റർ റീപ്ലേസിംഗ് ദിസ് സെറ്റ് ഓഫ് അസറ്റ്സ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ കമ്പനി ഇന്ന അസറ്റ് അഡീഷൻ നടത്തി ആഫ്റ്റർ റീപ്ലേസിംഗ് ദിസ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ അതർ സൈഡ് എന്താ? പുതുതായിട്ട് കുറച്ച് അസറ്റ്സ് വാങ്ങിച്ചു, കുറച്ച് അസറ്റ്സ് റീപ്ലേസ് ചെയ്തു. അപ്പോൾ പഴയ അസറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഡിസ്പോസലിന്റെ പോയിന്റ്സും കയറി വരും. അപ്പോൾ ആ പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇനി വാല്യുവേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, സിനാരിയോയില് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക റിവ്യൂ ഓഫ് അസറ്റ്സ് നടത്തിയെന്നായിരിക്കും, അല്ലെങ്കിൽ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് നടത്തിയെന്നായിരിക്കും. സോ റിവ്യൂ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നതും റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നതും എൻറ്റയർലി ഡിഫറെന്റ് പ്രോസസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു റിവ്യൂ എന്ന് പറയുമ്പം അസറ്റ്സിന്റെ എണ്ണം നോക്കുക, അസറ്റിന്റെ കണ്ടീഷൻ നോക്കുക ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അവിടെ കൊണ്ടുപോയിട്ട് റീവാലുവേഷന്റെ പോയിന്റ് എഴുതരുത്. റിവ്യൂ നടത്തിയെന്ന് പറയുമ്പോൾ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടാവും. അതൊന്നെങ്കിൽ അഡീഷൻ ആയിരിക്കും നടന്നേക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് അസറ്റ്സ് ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ആയിരിക്കും, വിച്ച് മീൻസ് അഡീഷൻ ആൻഡ് ഡിസ്പോസൽ ഉണ്ടാവും. അപ്പൊ അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പോയിന്റ്സ് വേണം എഴുതാൻ. അപ്പൊ അഡീഷൻ ഓഫ് അസറ്റ്സിന്റെ പോയിന്റ്സ് എഴുതാനായിട്ട് റിക്വയർമെന്റിൽ സ്പെസിഫിക്കലി എടുത്ത് പറയൂല അഡീഷണൽ ഡിസ്പോസലിന്. പക്ഷെ സിനാരിയോയിൽ പറയും നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ അവർ അസറ്റ്സിന്റെ റിവ്യൂ നടത്തിയിട്ടുണ്ടെന്ന്. അതിനെ അസോസിയേറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അതിനെ ബേസ് ചെയ്ത് അവർ അസറ്റ്സ് അഡീഷൻ നടത്തി അല്ലെ ഡിസ്പോസൽ നടത്തിയെന്ന്. അപ്പൊ റിവ്യൂവിനെ ആസ്പദമാക്കി എന്താ നടന്നേക്കുന്നത്? അഡീഷൻ ആണെങ്കിൽ അഡീഷന്റെ പോയിന്റ് എഴുതുക, ഡിസ്പോസൽ ആണെങ്കിൽ ഡിസ്പോസലിന്റെ പോയിന്റ് എഴുതുക. റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ് നടത്തി എന്ന് പറയുമ്പോഴത്തേനും അവിടെ അഡീഷനും വരും ഡിസ്പോസലും വരും. ക്ലിയർ ആയോ? ദെൻ നോൺ കറന്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളോട് അവിടെ ചോദിക്കാറുള്ളത് എന്തായിരുന്നു? ലോൺ ഒക്കെയാണ് ചോദിക്കാറുള്ളത്. ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക.
ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു കൺഫ്യൂഷൻ വരേണ്ട ഒരെണ്ണം ടാഞ്ചിബിൾ അസറ്റുമായിട്ട് കൺഫ്യൂഷൻ വരണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട്. അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ പറയും കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുകയാണ് 6 ന്യൂ പ്രൊഡക്റ്റിന്റെ. അതിൽ ഓരോ പ്രൊഡക്റ്റും ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണെന്ന് പറയും. സോ വൺസ് ആ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയി. സോ ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ബിക്കംസ് അവൈലബിൾ ഫോർ യൂസ് അന്നോട്ട് നമ്മൾ എന്ത് ചെയ്യണം, അമോർട്ടൈസേഷനും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവിടെ നമ്മളൊരു മിക്സ് ഓഫ് പോയിന്റ്സ് വേണം എഴുതാൻ. നിങ്ങളോട് അസറ്റ് ഉണ്ട്, കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണത്, അല്ലത് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്, ചിലത് ഇന്ന സ്റ്റേജ് ക്രോസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, യു ഹാവ് ടു മേക്ക് എ മിക്സ് ഓഫ് R&D ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഈ ഗോയിങ് കൺസേൺ പ്രൊസീജിയേഴ്സ് നമ്മളോട് ചോദിക്കാം. അത് കൂടുതലും സിനാരിയോ കൂടെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പഠിച്ചിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെയും കമ്പനിയുടെ പേര് യൂസ് ചെയ്യുക, ഫിഗേഴ്സ് യൂസ് ചെയ്യുക, സിനാരിയോക്ക് അത് ഡേറ്റ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് എഴുതുക. ബൈഹേർട്ടായിട്ട് നേരെ കൊണ്ട് എഴുതി വെക്കരുത്. പ്രീ പേയ്മെന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു, അക്രൂവൽസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലൊക്കെ നോർമലി നമ്മളോട് സ്പെസിഫിക് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോട് റിലേറ്റഡ് പ്രൊസീജിയേഴ്സ്, ഡിവിഡൻറ്റും അതുപോലെ തന്നെ, റിസർവ്സും അതുപോലെ തന്നെ. അൺകറക്റ്റഡ് മിസ്റ്റേക്സും അങ്ങനെ തന്നെയാണ് ചോദിക്കൽ. കമ്പാരിറ്റീവ്ലി ചെസ്റ്റ് ചെയ്യൽ കുറവാണ്. ദെൻ ഓവറോൾ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു. പിന്നെ സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ്. സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞു ഏതൊരു കേസിലും സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആൻഡ് മെയിൻലി നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക 4 പേർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്തിനൊക്കെയായിരുന്നു? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീകാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 4 പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതാണോ സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് എഴുതുക. അതായത് ഇപ്പോൾ റിസീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് സോഫ്റ്റ്വെയർ ക്യാൻ ബി യൂസ് ടു പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് റിസീവ്സ് ഡേയ്സ് വിത്ത് പ്രയർ ഇയർ ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് പറയാം. ദെൻ ഓഡിറ്റ് സോഫ്റ്റ്വെയർ ക്യാൻ ബി യൂസ് ടു സെലക്ട് എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഓഫ് റിസീവ്സ് ഫോർ ടെസ്റ്റിംഗ് പറയാം. ദെൻ നമ്മളോട് അലവൻസസ് ഫോർ റിസീവ്സ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് സോഫ്റ്റ്വെയർ ക്യാൻ ബി യൂസ് ടു റീകാൽക്കുലേറ്റ് ദ അലവൻസസ് ഫോർ റിസീവ്സ് ടു എൻഷുർ ദ മാത്തമാറ്റിക്കൽ ആക്യുറസി. അതുപോലെ തന്നെ ഓഡിറ്റ് സോഫ്റ്റ്വെയർ ക്യാൻ ബി യൂസ് ടു അണ്ടർടേക്ക് കട്ട് ഓഫ് ടെസ്റ്റിംഗ് ബൈ അസസിംഗ് ദ ഡേറ്റ് ഓഫ് ലാസ്റ്റ്. നമുക്കറിയാം വെൻ ഇറ്റ് കംസ് ടു റിസീവബിൾസ് അവിടെ വരുന്ന ഏതായിരിക്കും? GDN സെയിൽസ് ഇൻവോയ്സും ആയിരിക്കും. അപ്പം ഡേറ്റ്സ് ഓഫ് ലാസ്റ്റ് GDN ആൻഡ് സെയിൽസ് ഇൻവോയ്സ് പറയാം. റെക്കോർഡഡ് റിലേറ്റിംഗ് ടു പ്രീ ഇയർ ആൻഡ് ദോസ് റിലേറ്റിംഗ് ടു പോസ്റ്റ് ഇയർ വെർ എക്സ്ക്ലൂഡഡ്. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മൾ 4 പർപ്പസിനായി യൂസ് ചെയ്യുക. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാമ്പിൾ സെലക്ഷന്, റീകാൽക്കുലേഷന്, കട്ട് ഓഫ് ടെസ്റ്റിങ്ങിന്. അപ്പൊ ഇത്രയായിരുന്നു നമ്മൾ ജനറൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റ്സ് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു മാസത്തിന് മേലെ എടുത്ത് നമ്മൾ പഠിച്ച പോയിന്റ്സ് ആണ്. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അതിനെ ബേസ് ചെയ്ത് തന്നെ വേണം നിങ്ങൾ ആൻസേഴ്സ് എഴുതി പോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരി വൺ? പക്ക? ഓക്കെ. ഓക്കെ. സോ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് പല കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതിൽ ഏതൊക്കെ കാറ്റഗറീസ് ചെയ്യും എന്നുള്ളത് നമുക്കൊന്നും കൂടെ ഒന്ന് ക്വിക്ലി റിവൈസ് ചെയ്ത് പോവാം. നമ്മൾ അതിനകത്ത് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആദ്യം പറഞ്ഞതിനെ വെച്ചിട്ട് ക്വിക്ലി പറഞ്ഞു പോവാം. എന്നിട്ട് നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ജനറൽ സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സിനാരിയോ ഒന്നും തന്നിട്ടുണ്ടാവില്ല. ജസ്റ്റ് നിങ്ങളുടെ സിനാരിയോയിൽ കമ്പനിയുടെ റവന്യൂ ഇത്രയാണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് പലപ്പോഴും വരിക ഓഡ് റിസ്കിന്റെ ഒക്കെ കൊടുത്ത് അസൈൻഡ് ആയിട്ട് വരുമ്പോഴായിരിക്കും. എന്നിട്ട് അവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റ് ഇൻ റിലേഷൻ ടു റവന്യൂ. അല്ലെ നമ്മൾ കണ്ടപോലെ തന്നെ കമ്പനിക്ക് ഒരു സെയിൽസ് ടാക്സ് ലയബിലിറ്റിയുടെ എമൗണ്ട് ഡ്യൂ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് നിങ്ങളോട് വാട്ട് ആർ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റ് ഇൻ റിലേഷൻ ടു ദ സെയിൽസ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും അവിടെ സിനാരി ആയിട്ട് ഒരുപാട് കണക്ട് ചെയ്യേണ്ടി വരില്ല. കാരണം സിനാരിക്ക് അത് പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമ്പനിയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വെച്ച് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതി പോയാൽ മതി. അതാണ് നമ്മൾ ജനറൽ സബ്സ്റ്റാൻറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഡയറക്ട്ലി അസേർഷൻ സ്പെസിഫിക് ആയിട്ട് നമ്മളോട് സബ്സ്റ്റാൻറ്റീവ് ചോദിക്കും. അസേർഷൻ സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു ഡാഷിംഗ് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ക്വിക്ലി ഒന്നുകൂടെ റിവൈസ് ചെയ്യാനായിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇതൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇതൊന്ന് വേഗം വായിച്ചു നോക്കി.
വായിച്ചോ? ഓക്കെ, നമ്മളോട് എന്താ അവിടെ പറഞ്ഞേക്കെന്ന് നോക്കാം നമുക്ക്. സോ നമ്മളോട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻ ടോട്ടൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കേസിൽ? എന്തൊക്കെയാ അവർ പറയുന്നേ? ക്വസ്റ്റ്യൻ വായിച്ചോ എല്ലാരും? എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? സോ നമ്മളോട് പറഞ്ഞു ഇറ്റ് ഇസ് 1st July 2015 ഡാഷിംഗ് കമ്പനി വിമന്റെ ക്ലോത്തിങ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. നമ്മളോട് പറഞ്ഞിട്ട് നമ്മുടെ ഓഡിറ്റ് സൂപ്പർവൈസർ ആണ് ജോൺ ടി ആൻഡ് കോ എന്ന് പറയുന്ന ഫേമിന്റെ. ആൻഡ് ഫൈനൽ ഓഡിറ്റ് ഓഫ് ഡാഷിംഗ് കമ്പനി ഇറ്റ്സ് ഡ്യൂ ടു കമൻസ് ഷോർട്ട്ലി, ഉടനെ തന്നെ നടക്കും എന്ന് പറഞ്ഞു. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡ്രാഫ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ അത് പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സ് 2.6 മില്യൺ ആണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ എമൗണ്ട് ഓഫ് ടോട്ടൽ അസെറ്റ് എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞു? 18 മില്യൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മളോട് പറഞ്ഞു നമ്മളാണ് റിസീവബിൾസ് ഓഡിറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അതൊരു മെറ്റീരിയൽ ബാലൻസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ആസ് പാർട്ട് ഓഫ് ഓഡിറ്റ് അപ്രോച്ച് പോസിറ്റീവ് റിസീവബിൾ സർക്കുലറൈസേഷൻ നമ്മളോട് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറയാണ് പ്ലാനിങ് മീറ്റിംഗ് നടന്നു, ഫിനാൻസ് ഡയറക്ടർ ഓഫ് ഡാഷിംഗ് കമ്പനി നമ്മളടുത്ത് ഇൻഫോം ചെയ്തു, ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണറിന്റെ അടുത്ത് അവരൊരു സ്മോൾ പ്രൊഡക്ഷൻ സൈറ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്, അതിനെ ബേസ് ചെയ്ത് നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ജോബ് പോകും. സോ അവർ റിഡൻഡൻസി പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു 110,000. അത് ഡ്രാഫ്റ്റ് എഫേഴ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മളോട് റിസീവബിൾസിനെ കുറിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റിസീവബിൾസിനെ കുറിച്ച് ആകെ പറഞ്ഞേക്കുന്നത് എന്ത് മാത്രം? നിങ്ങളാണ് റിസീവബിൾസ് ടെസ്റ്റിംഗ് നടത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്നും പറഞ്ഞു, അതൊരു മെറ്റീരിയൽ ബാലൻസ് ആണെന്നും പറഞ്ഞു. ദെൻ അവർ അതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് റിസീവൽ സർക്കുലറൈസേഷൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ അയച്ചു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ അതർ ദാൻ റിസീവബിൾ സർക്കുലറൈസേഷൻ the auditor should perform to obtain sufficient appropriate audit evidence to verify each of the following assertion in relation to dashing company's receivables. ഡാഷിംഗ് കമ്പനിയുടെ റിസീവബിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഓരോ അസേർഷൻസിനെയും ബേസ് ചെയ്തിട്ടും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അത് നിങ്ങളോട് പറഞ്ഞിട്ട് മാർക്ക് ഈക്വലി ആണ് സ്പ്ലിറ്റ് ആവുന്നത്. സോ 2, 2, 2 ഇങ്ങനെയാണ് മാർക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ പറഞ്ഞ അസേർഷൻ സ്പെസിഫിക് എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള അസേർഷൻ ബേസ്ഡ് ആണ്. അതായത് ഇവിടെ നിങ്ങളോട് റിസീവ്സിനെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊന്നും സിനാരിയോയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഓരോ അസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്ന്. അവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതർ ദാൻ റിസീവ്ഡ് സർക്കുലറൈസേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റിസീവ്ഡ് സർക്കുലറൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പോയിന്റ്സ് പറയണ്ട. വീണ്ടും എക്സ്റ്റേണൽ കൺഫർമേഷൻ സാമ്പിൾ ഓഫ് കസ്റ്റമേഴ്സിന് അയക്കണം എന്ന് പറഞ്ഞിട്ട് പറയരുത്, കാരണം അത് പറയണ്ടെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് ആക്യുറസി വാല്യുവേഷൻ ആൻഡ് അലോക്കേഷനെ കുറിച്ച് 2 പോയിന്റ്സ് പറയാം, കംപ്ലീറ്റ്നെസിന്റെ 2 പോയിന്റ്സ് പറയാം, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ 2 പോയിന്റ്സ് പറയാം. അങ്ങനെ മൊത്തം ഇൻ ടോട്ടൽ 6 പോയിന്റ്സ് ആണ് പറയേണ്ടത്. ഇങ്ങനെയായിരിക്കും നമുക്ക് അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ വേറെ തന്നെ ഒരു കേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വായിച്ചു നോക്കിയെന്ന് വേഗം. ഇതിലെ കേസ് നമ്പർ 1 PPE എന്ന് വായിച്ചു നോക്കിയാൽ ഇൻട്രൊഡക്ഷൻ പ്ലസ് PPE പോയിന്റ്സ്. വായിച്ചോ? ഓക്കെ. നമ്മളോട് എന്തൊക്കെ പറഞ്ഞേക്കാൻ നോക്കി. Kinetic operates a large chain of fast food restaurants. You are the supervisor of Jasper and Co. and currently preparing the audit program for the audit of Kinetic financial statements for the year ended 31st March 2016. You're reviewing the notes of last week's meeting between the audit manager and the finance director, where 2 material issues were discussed. One is regarding the PPE. In past, K has received negative press report over the condition of its fast food restaurants, which comments suggesting that they are old-fashioned and tired-looking. Therefore, during the year, company undertook a full review of its asset and carried out extensive refurbishment to majority of its restaurants. The review resulted in a significant amount of aging fixtures and fittings being disposed of, and a significant amount of capital expenditure was invested in the remaining restaurants. അപ്പോൾ നമ്മളോട് പറഞ്ഞു കെ കമ്പനിക്ക് എഗനസ്റ്റ് ആയിട്ട് കുറേ നെഗറ്റീവ് പ്രസ് റിപ്പോർട്ട്സ് ഉണ്ട്.
ആൻഡ് അവിടെ ഓൾഡ് ഫാഷൻ ആൻഡ് ടയർഡ് ലുക്കിംഗ് ആണെന്നാണ് പറയുന്നത് ഇവരുടെ ഓഫീസസ് എല്ലാം. അതുകൊണ്ട് അവർ ഫുൾ റിവ്യൂ ഓഫ് അസറ്റ്സ് നടത്തി, എക്സ്റ്റെൻസീവ് റീഫോർബിഷ്മെന്റ്സ് ക്യാരി ഔട്ട് ചെയ്തു. റിവ്യൂ കാരണം കൊണ്ട് കുറെ ഏജിങ് ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ഡിസ്പോസ് ഓഫ് ചെയ്തു, ആൻഡ് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻഡീവ് പ്രൊസീജിയർ യു ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു അബൌട്ട് 2 മാറ്റേഴ്സ്. സോ ഇറ്റ്സ് എ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ഇവിടെ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നിങ്ങളോട് ഡയറക്റ്റ്ലി അവർ പറഞ്ഞോ എന്താ PPയുടെ എഴുതേണ്ടതെന്ന്? ഇല്ല. ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് PP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റാൻഡീവ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ്. ആൻഡ് PPയുടെ അകത്ത് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ? ശരിക്കും നമ്മൾ ഇവിടെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് എഴുതേണ്ടത്? ഡിസ്പോസലിനെയാണ്. ഓക്കെ, അതർ ദാൻ ദാറ്റ് വേറെ എന്തെങ്കിലും എഴുതാനായിട്ടുണ്ടോ? അഡീഷൻ വരുമോ? എവിടെ അഡീഷൻ വരും എന്ന് പറഞ്ഞേക്കുന്നേ? റീഫർബിഷ്മെന്റ് നടത്തിയത്. ഓക്കെ, റീഫർബിഷ്മെന്റ് നടത്തിയത് അല്ലാണ്ട് തന്നെ നിങ്ങളോട് ഡയറക്റ്റ്ലി എടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞേക്കുന്നേ? സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വാസ് ഇൻവെസ്റ്റഡ് ഇൻ ഓൾ റിമൈനിങ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? അഡീഷൻ ഓഫ് അസറ്റ് അല്ലേ? അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതേണ്ടി വരും? അഡീഷന്റെ അസറ്റ്സ് പോയിന്റ്സ് എഴുതേണ്ടി വരും, ഡിസ്പോസൽ ഓഫ് അസറ്റ്സിന്റെ പോയിന്റ്സ് എഴുതേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. അത് നമ്മളോട് പറഞ്ഞ് ഡയറക്റ്റ്ലി നമ്മളോട് അവിടെ എടുത്ത് പറയില്ല, പക്ഷെ നിങ്ങളോട് അവിടെ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ ഓഫ് അസറ്റ് നടത്തിയെന്ന്. റിവ്യൂവിന്റെ ബേസിസിൽ എന്തൊക്കെ പ്രോസസ്സാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. റിവ്യൂവിന്റെ ബേസിസിൽ ഒന്ന് അസറ്റ് അഡീഷൻ ആയിട്ട് പുതുതായിട്ട് അസറ്റ് കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡീഷൻ ഓഫ് അസറ്റ്സിന്റെ പോയിന്റ്സ് എഴുതേണ്ടി വരും. പിന്നെ അവർ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അസറ്റ്സ് ഡിസ്പോസ് ഓഫും ചെയ്തിട്ടുണ്ടെന്ന്. സോ ഡിസ്പോസൽ ഓഫ് അസറ്റ്സിന്റെ പോയിന്റ്സ് എഴുതേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? ഈസ് എ ക്ലിയർ എവരി വൺ? ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് പോയിന്റ്സ് ചോദിക്കാം കേട്ടോ. അപ്പം എക്സാമിനർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ എന്തൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കുറെ കുട്ടികൾ റീവാലുവേഷന്റെ പോയിന്റ്സ് എഴുതി വെച്ചു. കുറച്ച് ആളുകൾക്ക് എന്താന്നേ മനസ്സിലാവാണ്ട് ജനറൽ ആയിട്ടുള്ള കുറെ PPയുടെ പോയിന്റ്സ് എഴുതി വെച്ചു. മാർക്ക് കിട്ടുമോ? ഇല്ല. പിന്നെ എക്സാമിന് പറയുന്നതാണ് കുറെ ആളുകൾ ഡിസ്പോസലിന്റെ പോയിന്റ്സ് എഴുതി, കാരണം ഡിസ്പോസൽ എന്നുള്ള പോയിന്റ് ഉണ്ടായിരുന്നുണ്ട്. പിന്നെ പല ആളുകളും മജോറിറ്റി കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല? അഡീഷന്റെ പോയിന്റ്സ് എഴുതിയിട്ടില്ല, കാരണം കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയെന്ന് പറഞ്ഞാൽ അത് അഡീഷൻ ഓഫ് അസറ്റ്സ് ആണെന്ന്. സോ അതുകൊണ്ട് അത് മിസ്സായി. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ 6 മാർക്സിനാണ്, അവിടെ ഹാഫ് ഓഫ് ദി മാർക്സ് പോകും. അപ്പം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത് അഡീഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ഡിസ്പോസൽ ഓഫ് അസറ്റ്സ് ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് വൺസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള പോയിന്റ്സ് യൂസ് ചെയ്ത് സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇവിടെ സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ കമ്പനിയുടെ പേര് യൂസ് ചെയ്യുക, ഇൻഡസ്ട്രി റിലേറ്റഡ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ബാക്കി നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് സിനാരിയോ നോക്കിയിട്ട് അങ്ങ് എഴുതി പോയാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്കിപ്പം സിനാരിയോയ്ക്കകത്ത് ബേസ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ, സിനാരിയോ പ്ലസ് അസേഷൻ ബേസ്ഡ്. സോ ഓക്കെ, ഈ ജാസ്മിന്റെ കേസ് ഒന്ന് വായിച്ചു നോക്കി. ജാസ്മിന്റെ ട്രേഡ് റിസീവ്സ് മാത്രം. വായിച്ചോ? എന്താ പറഞ്ഞേക്കുന്നത്? ജാസ്മിൻ കമ്പനീസ് ലിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് കംപ്രൈസസ് large number of customers. In the previous years, audit team has undertaken a positive receive circularization to confirm the year-end bank balances. However, the customer response rate has historically been low, so alternate audit procedures have been undertaken. The decision has been made for that the current year audit, a circularization will not be performed. The year-end trade receivables balance is 3.9 million and allowance for credit losses or trade receivables is 4,10,000. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ കമ്പനിക്ക് ഒരു ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്, ആൻഡ് പ്രീവിയസ് ഇയേഴ്സിൽ ഓഡിറ്റ് ടീം പോസിറ്റീവ് റിസീവ് സർക്കുലറൈസേഷൻ ആണ് അണ്ടർടേക്ക് ചെയ്തേക്കുന്നത് ഇയർ ആൻഡ് ബാങ്ക് ബാലൻസിന് മേലെ. ഹവർ കസ്റ്റമേഴ്സിന്റെ അടുത്തുള്ള റെസ്പോൺസ് റേറ്റ് കുറവാണ്,
സോ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്തേക്കെന്ന് പറഞ്ഞു. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിസിഷൻ അവർ എടുത്തിട്ടുണ്ട്, കറണ്ട് ഇയർ സർക്കുലറൈസേഷൻ അവർ നടത്തുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. റിസീവ്സ് ബാലൻസ് 3.9 മില്യൺ ആണ്. അലവൻസ് ഫോർ ക്രെഡിറ്റ് ലോസസ് അല്ലെ ട്രേഡ് റിസീവ്സ് എന്ന് പറയുന്നത് 410,000 ആണെന്ന് പറഞ്ഞു. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് നോക്കി. ഡിസ്ക്രൈബ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു ജാസ്മിൻ കമ്പനീസ് ട്രേഡ് റിസീവ്സ്. ജാസ്മിൻ കമ്പനിയുടെ ട്രേഡ് റിസീവ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, സിനാരിക്കത്ത് അവർ എന്ത് ചെയ്തു എന്നാ പറയാ. ജനറൽ ആയിട്ടാണ് എഴുതേണ്ടത്? അല്ല, അവർ നമ്മളോട് പറഞ്ഞു ജാസ്മിൻ കമ്പനി പോസിറ്റീവ് റിസീവ് സർക്കുലറൈസേഷൻ പെർഫോം ചെയ്തേക്കുന്നത് ഇയർ എൻഡിന്റെ ബാലൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് കസ്റ്റമർ റെസ്പോൺസ് റേറ്റ് കുറവാണ്, അതുകൊണ്ട് അവർ ഓൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്യേണ്ടത് എന്തിനു മേലെ ആയിരിക്കണം? ഇയർ എൻഡ് ബാലൻസ് കൺഫേം ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കണം. അപ്പൊ നമ്മൾ കീ അസേഷൻ ആയിട്ട് ഇവിടെ വരുന്ന ഏതായിരിക്കും? എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ ശ്രമിക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇൻഡയറക്ട്ലി അസേഷൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക. സിനാരിക്കകത്ത് നമ്മളോട് ഏത് അസേഷൻ എന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതിന്റെ മീനിങ് വെച്ച് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്കറിയാം പോസിറ്റീവ് റിസീവ് സർക്കുലറൈസേഷൻ ബാലൻസ് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ അയക്കുന്ന എന്തിനാണ്? നോർമലി എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നുണ്ടാവും ഏത് പോയിന്റ്സിന്റെ മേലെ ആയിരിക്കും? എക്സിസ്റ്റൻസിന്റെ പോയിന്റ്സിന്റെ മേലെ ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഗൂസ്ബെറി എന്ന് പറയുന്ന അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഈ ബോണസിന്റെ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ബോണസിന്റെ എന്താ പറഞ്ഞേക്കുന്നത്? The company's board is comprised of 7 directors. They are each entitled to a bonus based on draft year-end net assets, excluding intangible assets. Details of the bonus are included in the director's service contract. The bonus, which relates to 2015 year-end, was paid to each director in May 2015. And the costs were accrued and recognized within wages and salaries for the year ended 30th April 2015. Separate disclosure of the bonus by the director is required by local legislation. നമ്മൾ പറയാണ് ബോണസിന്റെ അകത്ത് മൊത്തം ബോണസ് കൊടുക്കുന്ന 7 ഡയറക്ടേഴ്സിനാണ്. ഓരോരുത്തർക്കും ബോണസ് അവർ നെറ്റ് അസറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, ആഫ്റ്റർ എക്സ്ക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഡീറ്റെയിൽസ് ഓഫ് ബോണസ് ഡയറക്ടേഴ്സിന് സർവീസ് കോൺട്രാക്ടിനകത്താണ് ഉള്ളതെന്ന് പറഞ്ഞു. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബോണസ് 2015 റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേ ചെയ്തേക്കുന്ന ഡയറക്ടേഴ്സിന് മെയിലാണ്, ഫോളോയിങ് ദി ഇയർ എൻഡ് ആണ്. ആൻഡ് കോസ്റ്റ് അവർ അക്രൂ ചെയ്തിട്ടുണ്ട്, വേജസ് ആൻഡ് സാലറിക്കകത്താണ് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ സെപ്പറേറ്റ് ഡിസ്ക്ലോസർ ഡയറക്ടേഴ്സിന്റെ ഓരോരുത്തർക്കും കൊടുത്തേക്കുന്ന എത്രയാണെന്നുള്ളത് ലോക്കൽ ലെജിസ്ലേഷൻ പ്രകാരം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ബോണസിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ബോണസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. ബോണസ് ചോദിക്കുമ്പോൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചേ എമോളുമെന്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഞാൻ പറഞ്ഞിരുന്നു എമോളുമെന്റ്സിന്റെ പോയിന്റ്സ് നേരെ കൊണ്ടുപോയി എഴുതി വെക്കരുത്. പകരം സിനാരിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്നതിനെ കറസ്പോണ്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ പോയിന്റ്സ് എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് അവർ നമ്മളോട് പറഞ്ഞു ഡയറക്ടേഴ്സിന് ബോണസ് കൊടുക്കുന്നത് ഇയർ ആൻഡ് നെറ്റ് അസറ്റ്സ് ആഫ്റ്റർ എക്സ്ക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താ ചെയ്യാൻ പറ്റുമോ? നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം റീകാൽക്കുലേറ്റ് ഡയറക്ടേഴ്സ് ബോണസ് ടു കൺഫേം മാത്തമാറ്റിക്കൽ ആക്യുറസി എന്ന് പറഞ്ഞ് ജനറൽ ആയിട്ട് എഴുതരുതെന്ന് പറഞ്ഞു. സിനാരിക്ക് അതിൽ ഡേറ്റ യൂസ് ചെയ്ത് തന്നെ റീകാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ പറയുമ്പോൾ എന്തിനു പറയണം? റീകാൽക്കുലേറ്റ് ദ ബോണസ് പേ ഔട്ട് ഫോർ ഈച്ച് ഡയറക്ടേഴ്സ് കൺസിഡറിങ് ഇയർ ആൻഡ് നെറ്റ് അസറ്റ്സ് ആഫ്റ്റർ എക്സ്ക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ് ടു കൺഫേം വെദർ ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ആക്യുറേറ്റ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് ഡയറക്ടേഴ്സ് ബോണസ് ഡയറക്ടറിന്റെ സർവീസ് കോൺട്രാക്റ്റിലാണ് കൊടുത്തേക്കുന്നതെന്ന്. അപ്പൊ അവിടെ കറസ്പോണ്ട് ചെയ്ത് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? Review the director's contract. Contracts and ensure bonus for each director are consistent with terms of this contract. Perfect. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞു ഡയറക്ടേഴ്സിന് ഓരോരുത്തർക്കും ബോണസ് അവർ പേ ചെയ്തേക്കുന്നത് സബ്സീക്വന്റ് ടു ദി ഇയർ എൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇയർ എൻഡിന് ശേഷമാണ് പേ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് കൺഫേം ചെയ്യുന്ന ഏത് പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റുക? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ പറ്റും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി അല്ലെ? ബട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോർമൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണോ നോക്കേണ്ടത്? അല്ല, പോസ്റ്റ് ഇയർ. ഇയർ എൻഡിന് ശേഷമുള്ളതായത് തന്നെ പോസ്റ്റ് ഇയർ എൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം നോക്കാൻ. അപ്പൊ ആ ഡിഫറൻസ് വരുത്തുക. ബട്ട് ബിഫോർ ദി ഇയർ എൻഡ് പേ ചെയ്തു എന്നാണ് പറഞ്ഞെങ്കിൽ എന്ത് തന്നെ പറഞ്ഞാൽ മതി?
ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞാൽ മതി, വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? എഗ്രി, സാലറി, ഫീസ്, ബോണസ്, പെൻഷൻ കോൺട്രിബ്യൂഷൻ ഇതെല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല, ബോണസ്. ബോണസാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എഗ്രി ബോണസ് ടു പേറോൾ റെക്കോർഡ് ഫോർ ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സ് ആൻഡ് ചെക്ക് എമൗണ്ട് പെയ്ഡ് ഓൺ പോസ്റ്റ് ഇയർ ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എഗ്രി ടു ദ പേറോൾ റെക്കോർഡ്സ്. ക്ലിയർ ആയോ? ഫൈൻ. ഇനി നമ്മളോട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടേഴ്സിന്റെ ബോണസ് ആൻഡ് സാലറിക്ക് സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ ലോക്കൽ ലെജിസ്ലേഷൻ പ്രകാരം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ലോക്കൽ ലെജിസ്ലേഷൻ പ്രകാരം കൊടുത്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഡിസ്ക്ലോഷർ കൊടുത്തിട്ട്. പക്ഷെ അപ്പൊ സാധാരണ നിങ്ങൾ പറയാറുള്ള പോലെ റിവ്യൂ ദ ഡിസ്ക്ലോഷർ നോട്ട്സ് ടു കൺഫേം വെദർ ആഡിക്വേറ്റ് ഡിസ്ക്ലോഷേഴ്സ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ഇൻ റിലേഷൻ ടു ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെന്റ്സ് മാത്രം കൊടുത്താൽ പോരാ. ഇവിടെ സ്പെസിഫിക് ആയിട്ട് സിനാരിയോനും കൂടെ കണക്ട് ചെയ്തിട്ട് പറയാം. Review the disclosure notes in order to confirm that the disclosures have been provided in accordance with IFRS and separate disclosure for directors' bonus have been provided in accordance with the local legislation. Clear ayo? Is that clear, everyone? Yes, sir. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ഒരു പോയിന്റ് ഒന്നും കൂടി പറയാൻ പറ്റുമോ? ഏതിന്റെടാ? എക്സ്ക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ് വരുന്നതില്ലേ ഇയർ ആൻഡ് നെറ്റ് അസറ്റിന്റെ, അപ്പൊ അത് ഇങ്ങനെ അത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മള് ഇവര് പറഞ്ഞില്ലേ ഡയറക്ടേഴ്സിന്റെ ബോണസ് കൊടുക്കുന്ന ഇയർ ആൻഡ് നെറ്റ് അസറ്റ്സ് എക്സ്ക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെന്ന്. അപ്പം നമ്മുടെ ആൻസറിന്റെ അകത്തേക്ക് എടുത്താൽ മതി. നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? റീകാൽക്കുലേറ്റ് ദ ബോണസ് പേ ഔട്ട് ഫോർ ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സ് കൺസിഡറിംഗ് ഇയർ ആൻഡ് നെറ്റ് അസറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ടു കൺഫേം വെദർ ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ആക്യുറേറ്റ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം നമ്മൾ ജനറൽ ആയിട്ടുള്ള പോയിന്റിന്റെ അകത്തേക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ സിനാരിയോ സ്പെസിഫിക് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇങ്ങനെയായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഇതാ നമ്മൾ പറഞ്ഞ് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എഴുതണം, ജനറൽ ആയിട്ട് കൊണ്ട് എഴുതി വെക്കരുതെന്ന് മാത്രം പറഞ്ഞു. മനസ്സിലായോ? ഫൈൻ. ഓക്കെ. ഇനി നമ്മളപ്പോൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ നോക്കി? ജനറൽ ആയിട്ടുള്ള നോക്കി, അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള നോക്കി, സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം പറഞ്ഞു, PPയുടെ പറഞ്ഞ്, അസേർഷൻ പ്ലസ് സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ ഈ ഇങ്ങനെ ഏത് കാറ്റഗറി ഓഫ് സബ്സ്റ്റാൻറ്റീവ് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാം ജനറൽ ആയിട്ട് കൊണ്ട് എഴുതി വെക്കുകയല്ല, ഇങ്ങനെയുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇനി ഇതിന് പുറമെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഒരു 10 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചതായിരുന്നു ഏതൊരു സിറ്റുവേഷനിലും സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഈ ജനറൽ പോയിന്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ആക്ച്വലി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നോക്കുക മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും എൻക്വയറി ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ടോ എന്ന്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആണെങ്കിലും അതേപോലെ തന്നെ ഓഡിറ്റ് റിസ്കിന്റെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം എഴുതിയ സമയത്ത് ചെയ്ത പോലെ തന്നെ പ്രൊസീജിയർ പറയണം, നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പറയണം, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ പ്രൊസീജിയർ പെർഫോം ചെയ്ത പേർപ്പസ് എന്താണെന്നുള്ളതും നമ്മൾ പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ സെയിം എൻക്വയർ, ഇൻസ്പെക്ട്, ഒബ്സർവ്, റീകാൽക്കുലേറ്റ്, റീകൺഫേം അതൊക്കെ തന്നെയായിരിക്കും. ഡോക്യുമെന്റൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സിനാരിയോ ആയിരിക്കും. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു FSന്റെ അത് മിസ്റ്റേക്ക് ഇല്ല എന്ന് കൺഫേം ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ അസേർഷൻസ് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ചിരുന്നു ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ടാവും? അക്കൗണ്ട് ബാലൻസ് ഉണ്ടാവും. ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അസേർഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അസേർഷൻസ്? ഒക്കറൻസ്, കംപ്ലീറ്റ്നെസ്, പറയേ ഏതൊക്കെയായിരുന്നു? ആക്യുറസി, കട്ട് ഓഫ്, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ. ഒക്കറൻസ് പറഞ്ഞ എന്തായിരുന്നു? ട്രാൻസാക്ഷൻസ് കറണ്ട് ഇയർ തന്നെ ഒക്കർ ചെയ്താണോ, എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ഒക്കർ ചെയ്താണോ. കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് എല്ലാം ഈ വർഷം ഉണ്ടായത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാണിച്ചിട്ടുണ്ടോ. ആക്യുറസി എന്ന് പറയുമ്പോൾ ഫിഗർ കറക്റ്റ് ആണോ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴോ കറക്റ്റ് അക്കൗണ്ടിങ് ഹെഡിലാണോ കാണിച്ചേക്കുന്നത്. പ്രസന്റേഷൻ പ്രോപ്പർ ആണോ നോക്കുക. അപ്പം ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെയായിരുന്നു വരിക? P&L എലമെന്റ്സ് ആയിരുന്നു. അപ്പൊ ഏതൊക്കെയാ? ഇൻകവും എക്സ്പെൻസും. അപ്പൊ ഇൻകവും എക്സ്പെൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് കൺഫേം ചെയ്യേണ്ടത്. അപ്പൊ എല്ലായിടത്തും നിങ്ങളിപ്പോൾ കൺഫേം ചെയ്യുമ്പോൾ ഇൻ ഓർഡർ ടു കൺഫേം ദി കട്ട് ഓഫ് എന്ന് തന്നെ പറയണ്ട. സോ ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ ട്രാൻസാക്ഷൻ ഹാവ് ബീൻ റെക്കോർഡഡ് വിത്തിൻ ദ കറണ്ട് ഇയർ. മനസ്സിലായോ? ടു കൺഫേം ക്ലാസിഫിക്കേഷൻ എന്ന് പറയണ്ട. ടു കൺഫേം വെദർ ഇറ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് വിത്തിൻ ദ കോസ്റ്റ് ഓഫ് സെയിൽസ്. അങ്ങനെ ഏതാണോ ഹെഡ് ആ ഹെഡ് തന്നെ എടുത്ത് പറഞ്ഞാൽ മതി. ഇനി അതേ സ്ഥാനത്ത് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും അക്കൗണ്ട് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അക്കൗണ്ട് ബാലൻസ് പറയുമ്പോൾ ഏതൊക്കെ വരും? അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി. അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെ കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞേ?
അവിടെ നമ്മൾ പറഞ്ഞു അവിടെ മെയിൻലി വരുന്ന ഏതൊക്കെയായിരുന്നു? റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വരും, എക്സിസ്റ്റൻസ് വരും, കംപ്ലീറ്റ്നെസ് വരും, ആക്യുറസി വാല്യൂസ് അലൊക്കേഷൻ വരും, ക്ലാസിഫിക്കേഷൻ വരും, പ്രസന്റേഷൻ വരും. പഠിച്ചല്ലായിരുന്നു നമ്മള്? ഓക്കെ. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കമ്പനിക്ക് റൈറ്റ്സ് ഉള്ള അസറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, എല്ലാ ലൈബിലിറ്റീസും കാണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ എല്ലാം അവർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇയർ എൻഡിന്റെ അന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റ്സും ലൈബിലിറ്റീസും ഇക്വിറ്റിയും എല്ലാവരും കാണിച്ചിട്ടുണ്ട്. പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ്സ് പ്രകാരം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആക്യുറസി വാല്യൂഷൻ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അക്കോർഡിംഗ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും പറയാം. അപ്പം അവിടെ അസറ്റോ ലൈബിലിറ്റി ഇക്വിറ്റിയോ ചോദിക്കുന്നെങ്കിൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ അസേഷൻസ് കൺഫേം ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പം പേർപ്പസ് നിങ്ങൾക്ക് സിനാരിയോ ബേസ്ഡ് ആയിട്ട് വേണമെങ്കിലും അല്ലേ എഴുതാം. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ലിങ്ക് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? യെസ് സർ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു കോമൺ ആയിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ് യു ക്യാൻ ഓൾവേസ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ഡാഷ് ആൻഡ് ടു കൺഫേം ഡാഷ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു കാര്യം എഴുതി വാങ്ങാം, അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? റിട്ടേൺ റെപ്രസെന്റേഷൻ എന്ന് പറയാം. സോ യു ക്യാൻ റിട്ടേൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് അബൌട്ട് ഡാഷ് ആൻഡ് ടു എൻഷുർ ഡാഷ്. ആൻഡ് നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ കൺഫർമേഷൻ നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാം. എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറയുന്ന സമയത്ത് എന്ത് പറയാം? തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പറയാം ഏതാണ് തേർഡ് പാർട്ടി എന്നുള്ളത്, അത് എന്ത് പേർപ്പസ് വേണ്ടിയിട്ടാണെന്നുള്ളതും പറയാം. ഇനി നമ്മൾ പറഞ്ഞു കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് പറയാം. അവിടെയും കറസ്പോണ്ടൻസ് പറയുമ്പോൾ രണ്ടുപേര് തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യേണ്ടതെന്നുള്ളതും പറയണം, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും പറയണം. ഇത് നമ്മൾ പറഞ്ഞു റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ പറയാം. കാൽക്കുലേഷൻസ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിട്ട് നമ്മുടെ കറണ്ട് ഇയർ ബാലൻസ് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയാം. എന്നിട്ട് എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് വേരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയാം. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു കറണ്ട് ഇയർ ബാലൻസ് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ ലോജിക്കലി ആലോചിച്ച് നോക്കുക അവിടെ അങ്ങനെ ഒരു പ്രീവിയസ് ഇയർ ബാലൻസ് ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിലേ കമ്പാരിസൺ പറയാവുള്ളൂ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയാം. ഇനി എക്സ്പെൻസസിന്റെ ഒക്കെ നമുക്ക് ബ്രേക്ക് ഡൗൺ എടുക്കാം. അപ്പൊ നമുക്കറിയാൻ പറ്റും ഏതെങ്കിലും ഒരു സ്പെസിഫിക് എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ബോർഡ് മിനിറ്റ്സ് നമുക്ക് നോക്കാൻ പറയാം, കാരണം നമുക്കറിയാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താലും അത് ഇവിടെ ഉണ്ടാവും, ബോർഡ് മിനിറ്റ്സിൽ ഉണ്ടാവും. പിന്നെ നമുക്കൊരു സാമ്പിൾ ഓഫ് എക്സ്പെൻസസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കാം. ദെൻ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ നോട്ട്സ് നമുക്ക് നോക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡിസ്ക്ലോസേഴ്സ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നറിയാം. അപ്പോൾ വെനെവർ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ ലോജിക്കലി ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ എനിക്ക് എന്തൊക്കെയാണ് മാനേജ്മെന്റോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുക, ഇവിടെ ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് എനിക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറ്റുന്നതെന്ന് നോക്കുക, ഇവർ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക, റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ നമുക്ക് എന്താ ഓപ്ഷൻ ഉള്ളതെന്ന് നോക്കുക, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക, എക്സ്പെൻസിന് എന്തൊക്കെ ബ്രേക്ക് ഡൗൺ എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കുക, ബോർഡ് മിനിറ്റ്സ് നോക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക, എക്സ്പെൻസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യുക, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാൻ പറയുക. അങ്ങനെ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു പോവുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ചെയ്ത ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ആ ബാസ്കിങ്ങിന്റെ തന്നെ ക്വസ്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തതായിരുന്നു ഇതിന്റെ സബ്സ്റ്റാൻറ്റീവ്സിന്റെ. അതിൽ ഡാഷിങ്ങിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ഡാഷിങ്ങിന്റെ അത് നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റൈൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു റിഡൻഡൻസി അറ്റ് ദി ഇയർ എൻഡ്. അതായത് കമ്പനിയിൽ എന്തോ ഒരു റിഡൻഡൻസി ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ റിഡൻഡൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങളോട് പറഞ്ഞിരുന്നു കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടർ എൻഗേജ്മെന്റ് പാർട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്തു, അവരൊരു സ്മോൾ പ്രൊഡക്ഷൻ സൈറ്റ് ക്ലോസ് ചെയ്യാൻ പോവാണെന്ന്, അതുകൊണ്ടാണ് കുറെ എംപ്ലോയീസിന്റെ ജോബ് പോകും എന്ന് പറഞ്ഞത്. അപ്പോൾ അവര് അത് കാരണം കൊണ്ട് ഒരു റിഡൻഡൻസി പ്രൊവിഷൻ 110,000 വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമുക്ക് സിനാരിയോയിൽ തന്നേക്കുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ പക്ക സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു സിനാരിയോ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താന്ന് നമ്മൾ പറഞ്ഞേ, എന്തൊക്കെയാണ് നിങ്ങളുടെ പർപ്പസ്, ഇവിടെ എന്താണ് ശരിക്കും കൺഫേം ചെയ്യേണ്ടതെന്ന് വേണം നിങ്ങൾ ആദ്യമേ ചിന്തിച്ചു നോക്കാൻ. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് ശരിക്കും എന്തൊക്കെയായിരിക്കും കൺഫേം ചെയ്യാനുണ്ടാവുക? അനൗൺസ്മെന്റ് നടത്തിയെന്ന്. റിഡൻഡൻസിയുടെ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. കാരണം അനൗൺസ്മെന്റ് നടത്തിയെന്ന് നമുക്ക് അറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്താ നമുക്ക് അറിയേണ്ടത്? പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ഇവർ ഈ പ്രൊവിഷന്റെ എമൗണ്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. ഓക്കെ, പ്രൊവിഷന്റെ എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണം. പിന്നെ എന്താ അറിയണ്ടേ? കാൽക്കുലേറ്റ് ചെയ്ത പ്രൊവിഷൻ എമൗണ്ട് ആക്യുറേറ്റ് ആണോ എന്ന് അറിയാം. ഓക്കെ, ഈ പ്രൊവിഷന്റെ എമൗണ്ട് ഇവർ വെച്ചേക്കുന്നത്, അതായത് ഈ
110,000 എമൗണ്ട് ആക്യുറേറ്റ് ആണോ എന്നുള്ള കാര്യം നമുക്കറിയണം. പിന്നെയോ ഇയർ എൻഡിന് ശേഷം അങ്ങനെ എക്സ്പെൻസ് വന്നിട്ടുണ്ടോ ആ ഇയർ എൻഡിന് ശേഷം അങ്ങനെ ഒരു എക്സ്പെൻസ് പേ ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. ഓക്കെ ഫൈൻ. സോ ഇയർ എൻഡിന് ശേഷം ഇതിന്റെ പേ ഔട്ട് ഉണ്ടായിട്ടുണ്ടോ, ഈ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടോ, അത് ഈ 10,000 തന്നെ ആണോ എന്നുള്ളത് അറിയണം. പിന്നെന്തായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻസ് സാധനം പറഞ്ഞിട്ടില്ല. ഡിസ്ക്ലോഷർ. നിങ്ങൾ എന്ത് റാഷണലിന്റെ ബേസിസിലാണ് വെച്ചതെന്നുള്ള അറിയണ്ടേ. അതായത് അസംഷൻസ് നോക്കണ്ടേ നമ്മൾ ഈ 110,000 എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ എന്ന് അറിയാൻ. ഓക്കെ, സോ ഈ 110,000 അസംഷൻ എന്താണെന്നുള്ളത് അറിയണം, അത് റീസണബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടി വരും. പിന്നെ ഏതാണ് പറഞ്ഞ് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണം. ഓക്കെ ഫൈൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് അല്ലേ. അതേപോലെ തന്നെ പ്രോബബിൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും നോക്കണേ. അത് നമ്മൾ പറഞ്ഞില്ലല്ലോ, പ്രൊവിഷൻ അല്ലേ. പ്രോബബിൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൺഫേം ചെയ്യാനുണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യാനുള്ള എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യുക. നമ്മളവിടെ 5 മാർക്സിന് ചോദിച്ചുള്ളൂ, സോ 5 പോയിന്റ്സ് എഴുതിയാൽ മതി. അപ്പൊ റിഡൻഡൻസിയുടെ അനൗൺസ്മെന്റ് നടന്നോന്ന് അറിയണം. എങ്ങനെയായിരിക്കും അനൗൺസ്മെന്റ് നടന്നോന്ന് അറിയാൻ പറ്റുക? നമുക്ക് ഇതിൽ ഏത് ബോർഡ് പോയിന്റ് ആയിരിക്കും യൂസ് മിനിറ്റ്സ് ചെയ്യാൻ പറ്റുക? നോക്കാം. ബോർഡ് മിനിറ്റ്സ് നോക്കാം. ഓക്കെ, ബോർഡ് മിനിറ്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുക? റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ redundancy has been announced to the employees, which creates a present obligation for the company. Clear അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? റിട്ടേൺ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അറിയാനായോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻക്വയറി പറയാം അല്ലേ. അവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് discuss with the management whether the company have announced the redundancy to the employees to confirm whether there is a present obligation. Clear ആയോ? ഓക്കെ, ഇനി പ്രൊവിഷന്റെ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ബ്രേക്ക് ഡൗൺ എടുക്കാം. ബ്രേക്ക് ഡൗൺ എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് Breakdown of the expenses in order to confirm that the expenses in relation to redundancy provision of 110,000 have been included in the statement of P&L for the year. Clear അല്ലേ? Yes. ഓക്കെ, പിന്നെ അടുത്തവർ പറഞ്ഞ എന്താ, പ്രൊവിഷൻ ആക്യുറേറ്റ് ആണോ എന്ന് അറിയണം. ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? റീകാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഫിഗറും കമ്പനിയുടെ പേരും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അതേപോലെ തന്നെ എന്താണെന്നുള്ളത്, അതായത് റീകാൽക്കുലേറ്റ് റിഡൻഡൻസി പ്രൊവിഷൻ ടു കൺഫേം മാത്തമാറ്റിക്കൽ ആക്യുറസി എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാ? റീകാൽക്കുലേറ്റ് ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 110,000 റിലേറ്റിംഗ് ടു ഡാഷിംഗ് കമ്പനി ഇൻ ഓർഡർ ടു കൺഫേം മാത്തമാറ്റിക്കൽ ആക്യുറസി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, എടാ ഇയർ എൻഡിന് ശേഷം ഈ എമൗണ്ട് പേ ചെയ്തേക്കുന്നത് ഇത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് പറയാം എഗ്രി ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 110,000 ടു ദ പോസ്റ്റ് ഇയർ എൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ടു കൺഫേം വെദർ ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 110,000 ഈസ് സഫിഷ്യന്റ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്നുള്ളത് പറയാം. പിന്നെ അവർ പറഞ്ഞു അസംഷൻസ് 110,000 ആണെന്ന് കൺഫേം ചെയ്യണം. അസംഷൻ എന്തൊക്കെയാണെന്നുള്ളത് അതെങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങാൻ പറയാം അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒബ്റ്റെയിൻ റിട്ടേൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് അബൌട്ട് ദി റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് redundancy provision of 110,000 has been recognized to confirm whether it is reasonable. Clear ആയോ? അല്ലെങ്കിൽ മറ്റേ നിങ്ങൾ പറഞ്ഞ പോലെ എന്ത് പറയാം, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് redundancy provision of 110,000 has been recognized to confirm whether it is reasonable. Clear ആയോ? ഓക്കെ, ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെ കൊടുത്തേക്കെന്ന് അറിയാൻ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഡിസ്ക്ലോഷേഴ്സ് notes to financial statements. Review the notes to financial statements in order to confirm whether the disclosures in relation to redundancy has been provided in accordance with IAS 37 provision contingent liabilities and contingent assets. ഇനി പ്രൊവിഷൻ എമൗണ്ട് പ്രോബബിൾ ആണോ, അങ്ങനെ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുമോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? സെൻഡ് കൺഫർമേഷൻ അല്ല, ഒപ്റ്റൈൻ കൺഫർമേഷൻ കേട്ടോ. ലോയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? കൺഫർമേഷൻ വാങ്ങണം. അപ്പൊ നമ്മൾ എന്ത് പറയാം? ഒപ്റ്റൈൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ദ ഡാഷിംഗ് കമ്പനീസ് ലോയർ in order to confirm that there will be a probable cash outflow of 110,000 relating to the redundancy. Clear ആയോ? Yes. ഇനി ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും പറയാട്ടോ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കറസ്പോണ്ടൻസ്, ഇപ്പൊ പറഞ്ഞതിന് തന്നെ നമുക്ക് എന്ത് പറയാം? റിവ്യൂ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഡാഷിംഗ് കമ്പനി ആൻഡ് ദ കമ്പനി ലോയർ
in order to confirm whether there will be a probable future cash outflow in relation to the redundancy. Clear അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എംപ്ലോയീസിനോട് അനൗൺസ് ചെയ്തെന്നറിയാൻ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? റിവ്യൂ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ dashing company and the employees in order to confirm whether the redundancy has been communicated to the employees, which creates a present obligation. Clear ആയോ? എത്ര എംപ്ലോയീസ് ഞാൻ പിരിച്ചുവിടുന്നതെന്ന് നമുക്ക് കൺഫേം ചെയ്തൂടെ? ആ, നമുക്ക് കൺഫേം ചെയ്യാം. അത് വെച്ചിട്ട് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറയാം കോസ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് പോയിന്റ്സ് വേണേലും പറയാം. മൊത്തം എത്ര പോയിന്റ്സ് പറഞ്ഞാൽ മതി? 5 മാർക്സിനാണ്. അപ്പൊ എക്സാക്ട്ലി എത്ര പോയിന്റ്സ് മതി? 5 പോയിന്റ്സ് മതി. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചോദിക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഓരോ രീതിയിലായിരിക്കും സബ്സ്റ്റാൻറ്റീവ്സ് ചോദിച്ചു പോവുക. അപ്പൊ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓർമ്മയുണ്ടോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, യെസ് സർ. അപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ നമ്മൾ പുതുതായിട്ട് പഠിക്കുകയോ പുതുതായിട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വി വർ ജസ്റ്റ് റിവൈസിങ് ദീസ് ഏരിയാസ്. ഇതെല്ലാം നമ്മൾ നോക്കിയത് തന്നെയായിരുന്നു. സോ അത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുക്കിറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മളോട് ഇൻ ടോട്ടൽ ചോദിച്ചേക്കുന്നത് 3 സെറ്റ് ഓഫ് റിക്വയർമെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, describe the substantive procedure auditor should perform to obtain sufficient appropriate audit evidence in relation to the valuation of Kutkit companies inventory ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇൻവെന്ററിയുടെ വാലുവേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇത് അസേർഷൻ സ്പെസിഫിക് ആണോ? യെസ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? വാല്യുവേഷൻ. അസേർഷൻ സ്പെസിഫിക് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാലുവേഷൻ എന്നുള്ളത് എന്ത് തരും? നിങ്ങൾക്ക് അപ്പർ കേസിൽ തന്നെ തരും. അപ്പൊ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അസേർഷൻ സ്പെസിഫിക് ആയിരിക്കും. രണ്ടാമത് ചോദിക്കാണ്, ഡിസ്ക്രൈബ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി പെർഫോം ടു ഒബ്ടൈൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു ദ കംപ്ലീറ്റ്നെസ് ഓഫ് ട്രേഡ് റിസീവബിൾസ്. അസേർഷൻ സ്പെസിഫിക് ആണോ? അസേർഷൻ സ്പെസിഫിക് ആണോ? അതെ. കാരണം നമ്മളോട് എന്ത് ചോദിച്ചേക്കുന്നത്? കംപ്ലീറ്റ്നെസ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ടു ഒബ്ടൈൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു റിഡൻഡൻസി പ്രൊവിഷൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. സോ റിഡൻഡൻസി പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രോബബ്ലി അത് എന്തായിരിക്കാം? സിനാരിയോ ബേസ്ഡ് ആയിരിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ഓരോന്നും ചെയ്തു പോവാം. അപ്പം നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സ് സാധാരണ ചെയ്യുന്നുള്ള പോലെ തന്നെ സബ്സ്റ്റാൻറ്റീവ്സ് നമ്മൾ നേരെ ഡിസ്കസ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. കാരണം ആർക്കെങ്കിലും 1-2 പേർക്ക് അറിയുന്ന പോയിന്റ്സ് മാത്രമേ വരുള്ളൂ. നിങ്ങൾ എല്ലാവരും പ്രോപ്പർലി പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടൂല. നിങ്ങൾ കേട്ടിരിക്കുന്ന പോലെയാവും. അതുകൊണ്ട് നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സ് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാറുള്ള പോലെ ചെയ്യാം. ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ഇൻവെന്ററി. ടേക്ക് ഒരു 5 to 10 minutes ഓഫ് ടൈം. പ്ലീസ് റീഡ് ദ ഏരിയ ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ട് ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് ഏതായിരുന്നു? വാലുവേഷൻ ആണ്. വാലുവേഷൻ കൺഫേം ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ, ആർക്കെങ്കിലും ഒട്ടും ആൻസർ എഴുതാൻ പറ്റുന്നില്ല, സ്റ്റിൽ സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചു തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ റെഫർ അവർ നോട്ട്സ് നോക്കിയിട്ട് വാലുവേഷന്റെ പോയിന്റ്സ് എഴുതുക. വാലുവേഷന്റെ നേരെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. സിനാരിയോ നോക്കിയിട്ട് അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. ഓക്കെ, ഫൈൻ. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ വൺസ് യു ആർ ഡൺ വിത്ത് ഇറ്റ്. സ്റ്റാർട്ട് ചെയ്തോ. സോ നോക്കി എല്ലാവരും. Cookit company sells a range of cookery products endorsed by a famous TV chef, Remy. In Feb 2015, the TV company that produced his show cancelled the program, which led to reduction in demand for Remy products. Cookit company stopped purchasing these goods in March 2015. The total inventory in the draft financial statements for the year ended in 31st May 2015 is 4.25 million. Cookit company's system-generated inventory valuation report shows that this includes Remy products at a cost of 1.7 million. A member of the audit team attended the year-end inventory count of Cookit company. ഇപ്പൊ ഇത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി ഫ്രം ദിസ് സിനാരിയോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പിക്ക് ചെയ്യാനായിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളത്? ഏതാടാ? ഡിമാൻഡ് കുറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവർ നമ്മളോട് പറഞ്ഞു ഇവർ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തിയിട്ടുണ്ട്. കറന്റ് ഇവരുടെ വെയർ ഹൗസിൽ പക്ഷെ കുറച്ച് പ്രൊഡക്ട്സ് ഇരിപ്പുണ്ട് അല്ലേ? എത്രയാന്ന് പറഞ്ഞു? 1.7 മില്യന്റെ പ്രൊഡക്ട്സ് ഇരിപ്പുണ്ട്. അത് അവരെങ്ങനെ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്? കോസ്റ്റിലാണ് കാണിച്ചേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അറ്റ് എ കോസ്റ്റ് ഓഫ് 1.7 മില്യൺ ഉള്ള ഇൻവെന്ററിയാണ് കമ്പനിയുടെ വെയർ ഹൗസിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് ടീം ഇയർ ആൻഡ് ഇൻവെന്ററി കൗണ്ട് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു.
സോ നമ്മളോട് ഇവിടെ പ്രത്യേകമായി എടുത്തു വെച്ചിട്ടുണ്ട് വാലുവേഷൻ റിലേറ്റഡ് പോയിന്റ്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മാരകമായിട്ട് കൺഫ്യൂഷൻ ഉള്ള ആവശ്യമൊന്നുമില്ല. ഇവിടെ മെയിൻലി തെറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള എവിടെയാണ്? ഇൻവെന്ററിയുടെ എന്തിലാ വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളത്? 20 വാലുവേഷൻ്റെ തന്നെ എവിടെ? സ്ലോ NRV മൂവ്. അല്ലെ? കോസ്റ്റ് ആൻഡ് NRV യിലല്ലേ ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളത്. കാരണം എന്താ? ഇവിടെ NRV ഓഫ് ദി പ്രൊഡക്ട്സ് കൂടുവോ കുറയോ? കുറയൂ കുറയും. കോസ്റ്റിനേക്കാളും മിക്കവാറും NRV എന്തായിരിക്കും ഇവിടെ? കുറവായിരിക്കും. കുറവായിരിക്കും. കാരണം അവർ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഈ ഷോ ക്യാൻസൽ ആയ കാരണം കൊണ്ട് ഈ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറയുന്നില്ലേ? അപ്പൊ ഈ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ടാവും? സ്ലോ മൂവിങ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒബ്സലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇവര് നമ്മളോട് പറഞ്ഞു ഇവരുടെ ഇൻവെന്ററി വാലുവേഷൻ റിപ്പോർട്ടിന്റെ ഈ പ്രൊഡക്റ്റ് കോസ്റ്റിൽ 1.7 മില്യണിലാണ് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നോർമലി അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ടാവും? ഇൻവെന്ററിയുടെ വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാളും എന്ത് പോയിട്ടുണ്ടാവും? താഴെ പോയിട്ടുണ്ടാവും. ശരി, കുറവുണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടായി. നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇവർ പറഞ്ഞു ഇവിടെ ഇവർ നമ്മളോട് പറഞ്ഞു 1.7 മില്യൺ വാല്യൂ ഉള്ള ഇൻവെന്ററി ആണ് കമ്പനിയുടെ വെയർ ഹൗസിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. കോസ്റ്റ് അത് കോസ്റ്റിൽ കാണിച്ചേക്കുന്നതെന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ എന്ത് കൺഫേം ചെയ്യാനുണ്ടാവും? കോസ്റ്റ് ഓഫ് ദി ഇൻവെന്ററി കൺഫേം കോസ്റ്റ് ഓഫ് ചെയ്യാനുണ്ടാവില്ലേ? ഇൻവെന്ററി. ഓക്കെ. അപ്പൊ അവിടെ ഏത് പോയിന്റ് നമുക്ക് പറയാൻ പറ്റുക? സപ്ലയേഴ്സ് ഇൻവോയ്സ് എടുത്ത് നോക്കാം. സപ്ലയർ ഇൻവോയ്സ് എടുക്കണം. എന്നിട്ട് നമ്മൾ ആ കോസ്റ്റ് എത്രയായിരുന്നു? 1.7 മില്യൺ തന്നെയാണെന്ന് കൺഫേം ചെയ്യണം എന്ന് പറയാം അല്ലേ? അപ്പൊ നമ്മളിവിടെ പറയുമ്പോൾ എന്തായിരിക്കും പറയണ്ടേ? വൗച്ച് ദ സാമ്പിൾ ഓഫ് ഇൻവെന്ററി. വൗച്ച് സാമ്പിൾ ഓഫ് ഇൻവെന്ററി ഐറ്റംസ് ടു ദ സപ്ലയർ ഇൻവോയ്സ് ടു എൻഷുർ വെദർ ഇറ്റ് ഈസ് കറക്റ്റ്ലി വാല്യൂഡ്. പക്ഷെ ഇവിടെ നമ്മൾ സിനാരിയോ റിലേറ്റഡ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? അപ്പൊ ഏതൊക്കെ എന്താ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? റെമി പ്രൊഡക്ട്സ് പ്രോഡക്ട്സും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് പറയാ? വൗച്ച് എ സാമ്പിൾ ഓഫ് ഇൻവെന്ററി ഐറ്റംസ് ഇൻക്ലൂഡിംഗ് റെമി ഗഡ്സു പ്രോഡക്ട്സ് to the supplier invoice to ensure whether the inventory value of 1.7 million has been correctly valued. Clear ആയോ? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ഈ 1.7 മില്യൺ ഇവർ കോസ്റ്റിലാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ ആണോ കാണിച്ചേക്കുന്നത് കൺഫേം ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താ? ശരിക്കും ഈ ഇൻവെന്ററി ഇയറിന് ശേഷം എന്ത് വിലക്കാ വിറ്റുപോയെന്നല്ലേ അറിയണ്ടേ? അപ്പോഴല്ലേ NRV കറക്റ്റ് ആവുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് അതെങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുക? സെയിൽസ് ഇൻവോയ്സ് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞു ഫിനിഷ്ഡ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. പോസ്റ്റ് ഇയർ എൻഡിലുള്ള സാമ്പിൾ ഓഫ് ഇൻവോയ്സ് എടുത്തിട്ട് അതിൻ്റെ അത് പ്രൈസ് എത്രയ്ക്കാണ് ഈ റെമി ഗുഡ്സിന്റെ പ്രൊഡക്ട്സ് വിറ്റതെന്നുള്ളത് നോക്കുക. അപ്പൊ നമുക്ക് അറിയാനായിട്ട് പറ്റും NRV ഓഫ് ദി പ്രൊഡക്റ്റ് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ശരിയല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ അത് പറയാൻ വേണമെങ്കിൽ റിവ്യൂ ദ പോസ്റ്റ് ഇയർ എൻഡ് sample of sales invoice in order to confirm the amount of ഒന്നുകൂടെ മാറ്റി പറയവേ. Review the post year end invoices. Review a sample of post year end sales invoice of Remi Gudsu products in order to confirm the amount at which the product have been sold to understand whether the product need to be written down to the NRV. ഇനി അതേ സ്ഥാനത്ത് നമ്മൾ പഠിച്ച പോയിന്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഏതായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? പ്രൈസ് ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ്. പ്രൈസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര രൂപയ്ക്കാ സെൽ ചെയ്തേക്കുന്നുള്ളത് നോക്കാം. അവിടെ സിനാരിയോ റിലേറ്റഡ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾ എന്ത് പറയാ? എക്സാമിൻ പ്രൈസസ് അറ്റ് വിച്ച് ദ റെമി ഗുഡ്സ് പ്രൊഡക്ട്സ് ഹാവ് ബീൻ സോൾഡ് ആഫ്റ്റർ ദി ഇയർ എൻഡ് ടു അസർടൈൻ വെദർ എനി റെമി ഗുഡ്സ് പ്രൊഡക്ട്സ് നീഡ് ടു ബി റിട്ടൺ ഡൗൺ ടു ദ NRV. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് അവിടെ എന്താ പറയാൻ പറ്റുക? ഇവിടെ നമ്മൾ വാല്യുവേഷന്റെ ബേസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇൻവെന്ററി വാല്യുവേഷൻ ബേസ് യൂസ് ചെയ്യണം. നമ്മൾ പിന്നെ ഡയറക്ട്ലി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഓരോന്നും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ. ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക? കൺഫേം ദാറ്റ് അപ്രോപ്രിയേറ്റ് ബേസിസ് ഓഫ് വാല്യുവേഷൻ ഓഫ് റെമി ഗുഡ്സ് പ്രൊഡക്ട്സ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ഡിസ്കസിംഗ് വിത്ത് ദ മാനേജ്മെന്റ് പറയാം. ഡിസ്കസിംഗ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് കുക്കിറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? റവന്യൂ കുറഞ്ഞെന്ന് പറയുമ്പോ അപ്പോ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നോക്കിയാ പോരാ? റവന്യൂ കുറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ നമുക്ക് നോക്കാൻ പറഞ്ഞൂടെ? കമ്പയർ ദ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ വിത്ത് ദ പ്രീവിയസ് ഇയർ ആൻഡ് കൺസിഡർ വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കന്റ് വേരിയൻസ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഫോർ ഫർദർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് പറയാം. അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് എനി സിഗ്നിഫിക്കന്റ് വേരിയൻസ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് പറയാം.
ഓക്കെ. പിന്നെ ഇവിടുത്തെ പോയിന്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഗുഡ്സ് അൺസോൾഡ് ആയിട്ട് ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിന് മേലെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അലവൻസസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? The management, they have created allowances. ഓക്കെ, അവിടെയും നമ്മൾ എന്ത് പറയാം, നമ്മൾ പോയിന്റ് വെച്ചിട്ട് തന്നെ പറയണേ. ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് ആൻഡ് കൺസിഡർ ദ നീഡ് ടു മേക്ക് അലവൻസസ് ഈസ് സിഗ്നിഫിക്കന്റ് ലെവൽ ഓഫ് Initial goods റെമി remain ഗുഡ്സ് unsold. അല്ല അൺസോൾഡ് എന്നുള്ളത് ഇവിടെ പറയുന്നതിന് മുന്നേ എന്ത് പറയണം, നമ്മൾ പേര് പറയാം. റെമി ഗുഡ്സ് പ്രോഡക്ട്സ് ഈസ് റിമൈനിങ് അൺസോൾഡ് ഫോർ ആൻ അൺയൂഷ്വൽ പീരീഡ് ഓഫ് ടൈം. ക്ലിയർ ആയോ? Yes. ഓക്കെ. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ പോയിന്റ്സ് പറഞ്ഞു പോവുക. അപ്പൊ നമ്മുടെ പഠിച്ച പോയിന്റ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, മാക്സിമം ലിങ്ക് ചെയ്യാനായിട്ട് നോക്കിയാൽ മതി സിനാരിയോ ആയിട്ട്. ഇവിടെ NRVയുടെ ആ പോയിന്റ്സിന് പ്രയോറിറ്റി കൊടുത്തിട്ട് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇസ് എ ക്ലിയർ എവരിവൺ? Yes. ജനറൽ ലെജർ ആയിട്ട് കൺസൈൽ ചെയ്യണമെന്നൊക്കെ പറയണം, റീകൺസൈൽ ചെയ്യണമെന്നൊക്കെ പറയണം. അതൊക്കെ സെക്കൻഡറി ആയിട്ട് മാത്രമാണ്. പ്രൈമറി ആയിട്ട് നമ്മൾ ആ പറഞ്ഞേക്കുന്ന NRVയുടെയും അതുപോലെ തന്നെ വാലുവേഷൻ റിലേറ്റഡ് ഇഷ്യൂസും മാത്രം പറഞ്ഞു പോയാൽ മതി ആദ്യമേ. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഇവരുടെ ആ ഈ ജനറൽ ലെഡ്ജർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്, ഇവിടെ അവരുടെ ഇൻവെന്ററി കൗണ്ട് ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇൻവെന്ററി കൗണ്ട് ഷീറ്റിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ഇൻവെന്ററി നമുക്ക് എന്തുമായിട്ട് മാച്ച് ചെയ്യാൻ പറയാം, അതിന്റെ വാല്യൂം ജനറൽ ലെഡ്ജറുമായിട്ട് മാച്ച് ചെയ്തിട്ട് വാല്യൂ കറക്റ്റ് ആണോ ആക്യുറേറ്റ് ആണോ എന്നുള്ള കൺഫേം ചെയ്യാൻ പറയാം. മനസ്സിലായോ? ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇൻവെന്ററി വാലുവേഷൻ ഷീറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഫിഗേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അത് കാസ്റ്റ് ചെയ്തിട്ട് അത് തന്നെയാണോ ഇൻവെന്ററി റെക്കോർഡ്സിന്റെ അത് കാണിച്ചേക്കുന്നത് അല്ലെ ജനറൽ ലെഡ്ജറിന്റെ അത് കാണിച്ചേക്കുന്നത് നികുതി ചെയ്യാൻ പറയാം. വാല്യൂ കറക്റ്റ് ആണോ എന്ന് പറയാം. അങ്ങനെയുള്ള കോമൺ പോയിന്റ്സ് നമുക്ക് പറയാം. ബട്ട് പ്രൈമറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, NRV വാലുവേഷൻ എഫക്ട് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു പോവാം. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ പറയാറുള്ള പോയിന്റ് അല്ലേ, ഡീറ്റെയിൽ കോസ്റ്റ് ആൻഡ് NRV ടെസ്റ്റിംഗ് നീഡ് ടു ബി അണ്ടർടേക്കൺ ടു കൺഫേം വെദർ the value of inventory has been recorded at lower of cost Or or of cost. NRV. Okay, clear ആയോ? ഫൈൻ. Yes. ഈസി അല്ലേ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാല്? പഠിച്ചു കഴിഞ്ഞാലേ പോയിന്റ് കൂടെ ഉണ്ട് അതിന്റെ കൂട്ടത്തിലെ. ഓക്കെ, അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്നെസ് ഓഫ് ട്രേഡ് പേയബിൾസ് ആണ്, വിച്ച് ഈസ് ഈസി. ഒന്ന് വായിച്ചു നോക്കിയേ, കാരണം ഒരുപാട് സിനാരിയോ റിലേറ്റഡ് ഡീറ്റെയിൽസ് ഇല്ല. നമുക്ക് എപ്പോഴും നല്ല എന്താ അറിയോ, സിനാരിയോ റിലേറ്റഡ് ഡീറ്റെയിൽസ് കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാ. കാരണം എന്താ, നമുക്ക് ജനറേറ്റ് ചെയ്ത് പറ്റും. കാരണം അത്രയും കുറച്ച് ലിങ്ക് ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ, സോ വായിച്ചു നോക്ക്, എന്നിട്ടൊന്ന് പോയിന്റ്സ് എഴുതിയ പോലെ തന്നെ നിങ്ങളെ പോയിന്റ്സ് നോക്കിക്കോ, ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് ലിങ്ക് ചെയ്യട്ടോ. സോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന്റെ സിനാരി വായിച്ചു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ട്രേഡ് പേയബിൾസ് പറഞ്ഞേക്കുന്നത്. The accounts payable clerk left the company in Jan 2015 and no replacement has yet been hired. The following information has been provided by the finance director of Cookit Company. Trade payables 2.8 million ആണ് കറണ്ട് ഇയറിൽ, പ്രീവിയസ് ഇയറിൽ 3.5 million ആയിരുന്നു. പേയബിൾസ് പേയ്മെന്റ് പീരീഡ് 53 days ആണ് ഈ പ്രാവശ്യം, കഴിഞ്ഞ വർഷം 72 days ആയിരുന്നു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫിനാൻസ് ഡയറക്ടർ also mentioned that no reconciliation of supply statement have been performed since 2014. And the audit team has decided not to perform any year-end payables circularization as a response rate in the previous years were low. വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളോട് പറഞ്ഞു അക്കൗണ്ട്സ് പേയബിൾ ക്ലർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, Jan 2015 പോയിട്ടുണ്ട്, അതായത് ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് പോയിട്ടുണ്ട്, റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ദെൻ നമുക്ക് തന്നു ട്രേഡ് പേയബിൾസിന്റെ പീരീഡ് കുറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ പേയബിൾസിന്റെ എമൗണ്ടും കുറഞ്ഞിട്ടുണ്ട്. സപ്ലയർ റീകൺസിലേഷൻ അവർ പെർഫോം ചെയ്തിട്ടില്ല, ആൻഡ് സർക്കുലറൈസേഷൻ പെർഫോം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ പോയിന്റ് എഴുതേണ്ടാത്ത ഏത് മാത്രമേ ഉള്ളൂ, ഒപ്റ്റൈൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് അവിടെ ആപ്ലിക്കബിൾ അല്ല, കാരണം അവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതർ ദാൻ ദാറ്റ് നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുക ഇവിടെ, വളരെ ബേസിക് ആയിട്ട്. അപ്പം പേയബിൾസ് ക്ലർക്ക് പോയി എന്ന് പറയുന്ന പോസിബിലിറ്റി ഓഫ് ഒരു മിസ്റ്റേക്കിന് ഉള്ള ചാൻസാണ് കാണിക്കുന്നത്. അപ്പം അവിടെ അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, പർച്ചേസ് ഓർഡർ സപ്ലൈസ് ഇൻവോയ്സ് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സാമിൻ ദ ഫയൽസ് ഓഫ് അൺമാച്ച്ഡ് പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് സപ്ലയർ ഇൻവോയ്സ് ടു കൺഫേം വെദർ ദർ ഈസ് എനി പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് നമുക്ക് പറയാം. ഫൈൻ, ഗുഡ്. പിന്നെ അവർ പറഞ്ഞു ട്രേഡ് പേയബിൾസിന്റെ പീരീഡും അല്ലെങ്കിൽ പേയബിൾസിന്റെ എമൗണ്ടും പ്രീവിയസ് ഇയർ വെച്ച് നോക്കുമ്പോൾ കുറയുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ രണ്ട് ഫിഗേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാം. അപ്പൊ ആ പോയിന്റ് നമ്മൾ എങ്ങനെ വേണം പറയാൻ, കമ്പയർ അനലിറ്റിക്കൽ പ്രൊസീജിയർ, കമ്പയർ ദി ട്രേഡ് പേയബിൾ പേയ്മെന്റ് പീരീഡ് ആൻഡ് അതന്നെ. ഓക്കെ, വിത്ത് പ്രീവിയസ് ഇയർ.
ആൻഡ് ബാക്കി കൂടെ If പറയണേ. any significant difference, it must be investigated. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ പറയാം പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് ദ ട്രേഡ് പേയബിൾസ് ഡേയ്സ് ഓർ ദ ട്രേഡ് പേയബിൾസ് പേയ്മെന്റ് പീരിയഡ് വിത്ത് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇൻ കേസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് വേരിയൻസ്. ഓക്കെ. ഇനി അടുത്ത് അവർ പറഞ്ഞു അക്കൗണ്ടിങ് റീകൺസിലേഷൻസ് പെർഫോം ചെയ്തിട്ടില്ല, സപ്ലയർ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സപ്ലയർ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നമുക്ക് അവിടെ എന്തെങ്കിലും റീകൺസിലേഷൻ റീപെർഫോം ചെയ്യാൻ പറയാൻ പറ്റുമോ? ഇല്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഡിസ്കസ് ചെയ്തൂടെ? ഓക്കെ, എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ള റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മോറോർലെസ് നമ്മൾ അവിടെ കൂടുതലും പറയാറുള്ള എന്തായിരുന്നു? അവരോട് ചെയ്യാനാണ് നമ്മൾ പറയല്, അല്ലേ? ആ. ഓക്കെ, അപ്പം അവരോട് ചെയ്യാനാണ് നമ്മൾ പറയല്. അപ്പൊ അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? സെലക്ട് എ സാമ്പിൾ ഓഫ് സപ്ലയർ അക്കൗണ്ട് ആൻഡ് റിക്വസ്റ്റ് ദ മാനേജ്മെന്റ് ടു പെർഫോം സപ്ലയർ അക്കൗണ്ട് റീകൺസിലേഷൻ ആൻഡ് കൺസിഡർ വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിസ്ക്രിപ്പൻസീസ്. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച സർ, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തൂടെ? അത് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ വേണം പറയാം കേട്ടോ. പിന്നെ അവിടെ നമ്മളോട് ഓൾറെഡി അതിന് റീസൺ മേലെ പറഞ്ഞിട്ടുണ്ടടാ, അവിടെ പേബിൾസ് ക്ലർക്ക് പോയി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നത്? 2015 പോയത്, 2014 റീകൺസിലേഷൻ ചെയ്യാത്തത്. അല്ല, നമുക്ക് ഇയർ എൻഡ് ബാലൻസ് അല്ലേ റീകൺസൈൽ നമ്മൾ ചെയ്യുന്നത്, മനസ്സിലായോ? നമ്മുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത് 31 മെയ് 2015 അല്ലേ, മനസ്സിലായോ? കറണ്ട് ഇയറിൽ തന്നെ അല്ലേ ലീവ് ചെയ്തേക്കുന്നത്. അപ്പൊ കറണ്ട് ഇയർ ബാലൻസ് അല്ലേ ഓഡിറ്റ് ചെയ്യാത്തത്, മനസ്സിലായോ? ഓക്കെ, ഡിസംബർ 2014 തൊട്ടിട്ട് ചെയ്തിട്ടില്ല ആള്. ജാൻ 2015 പോയത്, മനസ്സിലായോ? ഓക്കെ. പിന്നെ വേറെന്താ പറയാൻ പറ്റുക? നമുക്ക് സർക്കുലറൈസേഷൻ അയക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഓൾറെഡി 3 പോയിന്റ് പറഞ്ഞു, ഇനി 2 പോയിന്റ് കൂടെ വേണം. ഏതൊക്കെ പറയാൻ പറ്റുമോ ഇനി? നമുക്ക് ജനറൽ ഇൻവോയ്സ് ജനറൽ ലെഡ്ജറുമായിട്ട് കമ്പയർ ചെയ്തൂടാ? ജനറൽ ലെഡ്ജറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ ഫൈൻ, ജനറൽ ആയിട്ടുള്ള ആ പോയിന്റ് പറയാം. പിന്നെ നമുക്ക് ഇവിടെ എന്താ കൺഫേം ചെയ്യേണ്ടത്? ഇയർ എൻഡ് സമയത്ത് എന്തെങ്കിലും അൺറെക്കോർഡഡ് ആയിട്ട് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പേബിൾസ് നമുക്ക് പേബിൾസ് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയാൻ എന്താ ചെയ്യാൻ പറ്റുക? എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നമുക്ക് ലയബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ നോക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ് ഏതായിരിക്കും? നമുക്ക് എപ്പോഴാ ഒരു പർട്ടിക്കുലർ പേബിൾസ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഇയർ എൻഡിന് ശേഷം അത് പേയ്മെന്റ് ആയി. അതല്ല, ഏത് ഡോക്യുമെന്റ് വരുമ്പോഴാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഏത് ഡോക്യുമെന്റാ നമ്മൾ പറയുന്നുണ്ടല്ലോ? ഏതാ? GRN വരുമ്പോഴല്ലേ, അല്ലേ? GRN വരുമ്പോഴല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? സാമ്പിൾ ഓഫ് GRN ബിഫോർ ദ ഇയർ എൻഡ് നമുക്ക് നോക്കിക്കൂടെ? എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം? അത് കറക്റ്റ് ആയിട്ട് പേബിളിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, റിവ്യൂ എ സാമ്പിൾ ഓഫ് GRN ആൻഡ് പർച്ചേസ് ഇൻവോയ്സസ് റിസീവ്ഡ് ബിഫോർ ദി ഇയർ എൻഡ് ആൻഡ് കൺഫേം വെദർ ദേ ഹാവ് ബീൻ കറക്റ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ ദ ഇയർ എൻഡ് പേയബിൾ. ക്ലിയർ ആയോ? ഇഫ് ദി amount remains unpaid, if the amount remains unpaid എന്നും കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? റിവ്യൂ എ സാമ്പിൾ ഓഫ് GRN and purchase invoices received before the year end and confirm whether they have been included in the payable balance if the balance remains unpaid at the year end. Clear ayo? Clear ayo? ഇതില് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റുമോ? റെക്കമെൻഡേഷൻ എന്തിനാ കൊടുക്കുന്നത്? അല്ല, മറ്റേ സപ്ലയർ സ്റ്റേറ്റ്മെന്റിന്റെ റീകൺസിലേഷന്റെ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞിട്ടു. ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ സപ്ലൈ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ പെർഫോം ചെയ്യാനായിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അവിടെ നോക്കണം എന്ന് ഇയർ എൻഡിന്റെ സമയത്ത് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടോ എന്ന്, ഡിഫറൻസ്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ഇവിടെ റെക്കമെൻഡേഷൻ ആയിട്ട് അവരോട് മന്ത്ലി ബേസിസ് ചെയ്ത് പോകണം എന്ന് പറയല്ല. നമ്മൾ അവരോട് അത് പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ട് അത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് പെർഫോം ചെയ്യാൻ പറയുന്നത്. മനസ്സിലായോ? കാരണം നമുക്ക് എന്നിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജനറൽ പോയിന്റ്സും ആഡപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയായിരിക്കും എഴുതി പോകുന്നുണ്ടാവുക. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി ഫൈനലി റിഡൻഡൻസി പ്രൊവിഷൻ കൂടെ ഒന്ന് ചെയ്തേ. അത് സിനാരിയോ സ്പെസിഫിക് ആണ്. ഡിസ്ക്രൈബ് ദി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു ദ റിഡൻഡൻസി പ്രൊവിഷൻ. ഒന്ന് ചെയ്തേ റിഡൻഡൻസി പ്രൊവിഷന്റെ.
സോ നോക്കിയേ, ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നമ്മളോട് ഇവിടെ ജസ്റ്റ് ചോദിച്ചേക്കുന്ന റിഡൻഡൻസി പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്സ്റ്റാൻഡീവ് പ്രൊസീജിയേഴ്സ് ആണ് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞേക്കാൻ നോക്കിയേ. In May 2015, management of Cookit Company decided to close down one of the shop as it is unprofitable. An announcement of this decision was made on the company's website on 28th May, and staff informed of the timetable for closure. All 32 staff employed in the shop are to be made redundant, and redundancy provision of 1.8 million is included in the draft financial statements for the year ended 31st May 2015. The closure is expected to take place in September 2015. പറയടാ, എന്തൊക്കെ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്, എന്തൊക്കെ നമുക്ക് കൺഫേം ചെയ്യേണ്ടത് ഇവിടെ? അനൗൺസ്മെന്റ് നടത്തിയോ എന്നുള്ളത് confirm ഈ ചെയ്യണം. അനൗൺസ്മെന്റ് നടത്തിയോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. പിന്നെ പിന്നെ സ്റ്റാഫിനെ അറിയിച്ചു. സ്റ്റാഫിനെ അറിയിച്ചു വന്നു, അത് ഓട്ടോമാറ്റിക്കലി അനൗൺസ്മെന്റിന്റെ അകത്ത് വരും. ഓക്കെ, പിന്നെന്താ? പിന്നെ Redundancy ഇയർ provision എൻഡിന് ശേഷം 1.8 million ആണ് 32 സ്റ്റാഫിനും കൂടെ വെച്ചേക്കുന്നത്. അത് കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യണ്ടേ? ആണ് കൺഫേം ചെയ്യണം. ഓക്കെ, പിന്നെ അതിന്റെ റാഷണൽ എന്തിന്റെ റാഷണൽ, അത് basis ൽ. റീസണബിൾ ആണോ എന്ന് അറിയാൻ ചെക്ക് ചെയ്യണം. പിന്നെയോ പിന്നെ ഇത് പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തിനോന്ന് പ്രൊവിഷൻ റിലേറ്റഡ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. പിന്നെ ഉം. റിലേറ്റഡ് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ പറയൂ എന്തൊക്കെ ചെയ്യേണ്ടത് പ്രൊസീജിയർ ആയിട്ട് പറ. അനൗൺസ്മെന്റ് നടത്തിയെന്ന് അറിയാൻ എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക്? വെബ്സൈറ്റ് റിവ്യൂ ചെയ്താൽ പോരാ? വെബ്സൈറ്റിലൂടെയല്ല അവർ നടത്തിയത്. യെസ്, അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? റിവ്യൂ ദ കമ്പനി വെബ്സൈറ്റ് in order to confirm whether the company have made a redundancy announcement on 20th of May 2015, which creates a present obligation. അല്ലേ? യെസ്. ഓക്കെ, അല്ലെങ്കിൽ റിഡൻഡൻസിക്ക് വേണ്ടിയിട്ട് ആക്റ്റീവ് റിഡൻഡൻസി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? റിഡൻഡൻസി അനൗൺസ്മെന്റ് എല്ലാ എംപ്ലോയീസിന്റെ അടുത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി വേറെ എന്താ യൂസ് ചെയ്യാൻ പറ്റുക? കറസ്പോണ്ടിങ് ബോർഡ് മിനിറ്റ്സ് നോക്കാൻ പറയാം. ഓക്കെ, ഓവർ ദ മൈക്ക് പറയണടാ, ബോർഡ് മിനിറ്റ്സ് നോക്കാൻ പറയാം. നമുക്ക് എന്താ പറയാം? Review the board minutes in order to confirm whether the board of directors have actively started the redundancy program, or confirm whether this have been appropriately been informed to the employees to confirm whether there is any present obligation. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കറസ്പോണ്ടൻസ് നോക്കാൻ പറയാം. അല്ലേ? ഓക്കെ, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാൻ പറയാൻ പറ്റുക? എംപ്ലോയിയും അതേപോലെ തന്നെ കമ്പനിയും തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാൻ പറ്റും. കൂക്കിറ്റ് കമ്പനിയുടെ മാനേജ്മെന്റും. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി 1.8 million പ്രൊവിഷൻ വെച്ചേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ പ്രോബബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാൻ പറ്റുക? കമ്പനിയും ലോയറുമായിട്ടുള്ള നോക്കാം. ഫൈൻ, അപ്പൊ നിങ്ങൾ എന്താ പറയാ? റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ management of Cookit Company and the company lawyers to confirm whether there will be a probable future cash outflow of 1.8 million in relation to the redundancy. Okay. ഇനി 1.8 million redundancy എമൗണ്ട് കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ എന്താ പറയാൻ പറ്റുക? റീകാൽക്കുലേറ്റ്. ഓക്കെ, റീകാൽക്കുലേറ്റ് ദ redundancy provision of 1.8 million. ഇവിടെ നമുക്ക് ഒന്നും കൂടെ വേണം സ്പെസിഫിക് ആയിട്ട് പറയാം. അവർ പറഞ്ഞില്ലേ 32 സ്റ്റാഫിന്റെ എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാം? ആൻഡ് കൺഫേം whether all the payout relating to 32 staff has been included to ensure mathematical accuracy പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്ത് പറയാം? Recalculate the redundancy provision of 1.8 million to consider whether the redundancy provision relating to all staff has been appropriately included and are mathematically accurate. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യാനുള്ള? 1.8 million അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. അപ്പൊ അതെന്താ ചെയ്യാൻ പറ്റുക? Discuss with the management about the rationale on the basis of which provision of 1.8 million has been recognized to confirm whether it is reasonable. പിന്നെ നമ്മൾ പറഞ്ഞ എക്സ്പെൻസ് ശേഷം പേയ്മെന്റ് പോയിനോ നോക്കാം. ഓക്കെ, അതെങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുക? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു ക്യാഷ് ബുക്ക് റിവ്യൂ, പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് ബുക്ക്. ഓക്കെ, പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് ബുക്ക്. പക്ഷെ അവിടെ നോക്കണേ 1st ജൂലൈ ആണ്, 31st മെയ് ആണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പൊ നമ്മൾ അവിടെ ഓഡിറ്റ് ഉണ്ടോന്നുണ്ടോ അറിയണം. കാരണം ആ പേയ്മെന്റ് എപ്പോഴേ പോകുള്ളൂ? സെപ്റ്റംബറിലേ പോകുള്ളൂ, അല്ലേ? അപ്പം അതുകൊണ്ട് ആ പോയിന്റ് ഇവിടെ ഒരുപാട് റിലവൻസ് കൊടുക്കണ്ട കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എക്സ്പെൻസ് ബുക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണ്ടേ? അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റാ? റിവ്യൂ ദ ബ്രേക്കേജ് ഓഫ് ദി ബ്രേക്ക് ഡൗൺ ഓഫ് ദി എക്സ്പെൻസസ്. ഓക്കെ, എല്ലായിടത്തും റിവ്യൂ പറയാതെ മാറ്റി മാറ്റി യൂസ് ചെയ്യണേ. എക്സാമിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് ടു കൺഫേം whether the redundancy provision expenses relating to the redundancy provision of 1.8 million has been included in the statement of P&L for the year ending 31st
മെയ് 2015. ക്ലിയർ ആയോ? അവിടെ അൺപ്രോഫിറ്റബിൾ എന്ന് പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ഇയർ ഉം. കറണ്ട് ഇയർ എന്നുള്ള റവന്യൂ കമ്പയർ ചെയ്തൂടാ അനലിറ്റിക്കൽ ആ പ്രൊസീജിയർ. അത് കമ്പാരിസൺ പറയാം, പക്ഷെ നമ്മൾ കൂടുതലും എന്തിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി? നമ്മൾ ആ പ്രൊവിഷനെ ബേസ് ചെയ്തിട്ടുള്ളതിനെ മെൻഷൻ ചെയ്ത് പോയാൽ മതി. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് അവിടെ പോയിന്റ്സ് ഉള്ളത്. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് ക്ലിയർ സർ. ആണോടാ? ഓക്കെ. Yes, sir. ഇനി നമ്മളപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും ദിവസം എക്സാമിനേഴ്സ് കമ്മിറ്റി ഡിസ്കസ് ചെയ്ത് വരാറില്ലായിരുന്നോ? എക്സാമിനേഴ്സ് റിപ്പോർട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് ചെയ്യാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാമിനേഴ്സ് കമ്മിറ്റി സ്പെസിഫിക്കലി ഇവിടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിനെ തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാഞ്ഞത്. അപ്പോൾ നമുക്ക് എക്സാമിനേഴ്സ് കമ്മിറ്റി ക്വസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ നോക്കിപ്പോവാം. അപ്പം കുക്കിറ്റ് കമ്പനി എന്ന് പറയുന്ന ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 20 മാർക്കിനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന പാർട്ട് എ, ബി ആൻഡ് സി എന്ന് പറയുന്ന സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻവെന്ററി, ട്രേഡ് പേബിൾസ്, റിഡൻഡൻസി. മൊത്തം നമുക്ക് 5 മാർക്ക് ഈച്ച് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിച്ച് വി നോ. ആൻഡ് നമ്മളോട് പറയാണ് നമുക്ക് ഓരോ വെൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിന്റിന് എത്ര മാർക്ക് വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക? 1 മാർക്ക് ഈച്ച് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ 5 മാർക്സിന് വേണ്ടിയിട്ട് എത്ര ടെസ്റ്റാണ് നമ്മൾ നടത്തേണ്ടത്? ടോട്ടൽ ഓഫ് 5 ടെസ്റ്റ് ആണ് നടത്തേണ്ടത്. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിന്റെ സ്പെസിഫിക് റിക്വയർമെന്റിനനുസരിച്ച് തന്നെ ആൻസേഴ്സ് ടൈലർ ചെയ്ത് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞേക്കുന്നത്, കുറെ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ സിനാരിയോയെ വായിക്കാതെ ജസ്റ്റ് റിക്വയർമെന്റ് മാത്രം വായിച്ചിട്ട് എഴുതി പോവും. ബട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. സിനാരിയും കൂടെ വായിച്ച് സിനാരിയോയുടെ റെലവൻസ് ഉള്ള പോയിന്റ്സ് കൊടുക്കാനാണ് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, സിനാരിയോ വായിക്കാണ്ട് ജസ്റ്റ് റിക്വയർമെന്റ് മാത്രം നോക്കി കംപ്ലീറ്റ്നെസ് ഓഫ് ട്രേഡ് പേബിൾസ് കൊണ്ട് നേരെ എഴുതി പോകും. അപ്പൊ അങ്ങനെ ചെയ്യരുതെന്ന് പറയാണ് എക്സാമിനർ. ഇനി അടുത്ത എക്സാമിനർ പറഞ്ഞേക്കുന്നത് എന്താന്ന് നോക്കിയേ. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും തമ്മിൽ മാറിപ്പോകരുത്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും റിസ്ക് അസസ്മെന്റും തമ്മിൽ പിന്നെയും ബന്ധമുണ്ട്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ടെസ്റ്റ് ഓഫ് കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം എന്താ? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അതായത് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തതിൻ്റെ അത് എറേഴ്സ് ഉണ്ടോ എന്നായിരിക്കും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിനകത്ത് നമ്മൾ നോക്കുന്നുണ്ടാവുക. അതേ സ്ഥാനത്ത് ടെസ്റ്റ് ഓഫ് കൺട്രോളിനകത്ത് നമ്മൾ എന്തായിരിക്കും നോക്കുന്നുണ്ടാവുക? കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, വിച്ച് ആർ വേ ഡിഫറെന്റ്. അതുകൊണ്ട് ടെസ്റ്റ് ഓഫ് കൺട്രോൾസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും തമ്മിൽ മാറിപ്പോരുതെന്നാണ് എക്സാമിനർ പറയുന്നത്. ഇനി നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചിരുന്ന വാലുവേഷൻ ഓഫ് കുക്കിറ്റ് കമ്പനിയുടെ ഇൻവെന്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്തതാണ്. സോ അതുകൊണ്ട് നമ്മൾ മേലത്തെ സിനാരിയോ വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് പറഞ്ഞേക്കാണ് ഇവിടെ കീവേഡ്സ് യൂസ് ചെയ്തേക്കുന്നത് കൺസിഡർ ചെയ്യുക. ഇവിടെ കീവേഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? സബ്സ്റ്റാൻറ്റീവ് ആണ് ചോദിച്ചേക്കുന്നത്, ടെസ്റ്റ് ഓഫ് കൺട്രോൾ അല്ല. വാലുവേഷൻ ആണ് ചോദിച്ചേക്കുന്നത്, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നിട്ടുണ്ട്. ഇൻവെന്ററി റിലേറ്റഡ് ആണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, ഇവിടെ ഇൻവെന്ററിയുടെ ജനറൽ പോയിന്റ്സ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? അല്ല, നമ്മളോട് ചോദിച്ചിരുന്നത് ഇൻവെന്ററിയുടെ വാലുവേഷന്റെ പോയിന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഈ റെമി ഗുഡ്സിന്റെ പ്രൊഡക്ട്സിന്റെ വാലുവേഷൻ കറക്റ്റ് ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങളോട് പറഞ്ഞേക്കാണ്, അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സും കമ്പനി അല്ല മാനുഫാക്ചർ ചെയ്യുന്നത്. അവിടെ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ വാങ്ങി വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ പോയിന്റോ സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ പോയിന്റോ ഒക്കെ കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. അത് നമ്മൾ പറഞ്ഞ് നമ്മൾ ആൻസർ പറഞ്ഞ സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസിന് ഏതെങ്കിലും പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? അല്ലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മൾ പർച്ചേസ് കോസ്റ്റ് പർച്ചേസ് ഇൻവോയ്സുമായിട്ട് എഗ്രി ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ കൃത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് ഇൻവെന്ററി ഇവർ പർച്ചേസ് ചെയ്യുന്നതാണ്, ഇൻവെന്ററി പർച്ചേസ് ഇവർ നിർത്തിയെന്ന്. ശരിയല്ലേ? അപ്പൊ അതാ പറഞ്ഞേ, നമ്മളോട് സിനാരിയോക്കകത്ത് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമേ എഴുതാവുള്ളൂ. അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവില്ല, ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവർ പ്രൊഡക്ട്സ് വാങ്ങി വിൽക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞ് പലരും എന്ത് ചെയ്യും, സിനാരിയോ വായിക്കാണ്ട് എഴുതും. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിന്റെയും അതേപോലെ തന്നെ റോ മെറ്റീരിയൽസിന്റെ ഒക്കെ എഴുതും, അതിനൊന്നും മാർക്ക് കൊടുക്കൂല എന്ന്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങളോട് പറഞ്ഞേക്കാണ് വാലുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? നമ്മൾ പറഞ്ഞേക്കുന്നതിനാണോ നോക്കി, കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കൺഫേം ചെയ്യുക, NRV നോക്കുക, റൈറ്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുക, കമ്പനിയുടെ ഇൻവെന്ററി അതിൽ ഓവർ വാല്യൂഡ് ആണോ എന്ന് നോക്കുക. ഇതന്നെയല്ലേ നമ്മൾ പറഞ്ഞേ? അല്ലേ നിങ്ങൾ പറഞ്ഞത് ആണോ? യെസ്. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞേക്കാണ്, നിങ്ങളിവിടെ ഓരോ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളി ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കണം, ടൈലർ ചെയ്തിട്ടുള്ള ആൻസേഴ്സ് തന്നെ കൊടുക്കുക. ഇവിടെ നമ്മളോട് പറയാണ്, ഇവിടെ കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു,
ഈ ഒരു പർട്ടിക്കുലർ അറ്റംപ്റ്റിൽ എക്സാമിന് റീകാൽക്കുലേറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ബേസ്ഡ് ഓൺ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ, ഡിസ്കസ് വർക്ക് ഇൻ പ്രോഗ്രസ് വിത്ത് ദ മാനേജ്മെന്റ്, ഇൻവെന്ററി കൗണ്ട് നടത്തണം, സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് പേറോൾ റെക്കോർഡ്സുമായിട്ട് എഗ്രി ചെയ്യണം, ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും പോയിന്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? കിട്ടൂടാ? ഇല്ല സാർ. ഇല്ല. കാരണം എന്താ? അവർക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഇല്ല, അവർ ഇൻവെന്ററി വാങ്ങി വിൽക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പോയിന്റ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി രണ്ടാമത് നമ്മളോട് ചോദിച്ചിരുന്നത് കംപ്ലീറ്റ്നെസ് ഓഫ് ട്രേഡ് പേബിൾസിന്റെ. ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ക്വസ്റ്റിന്റെ റിക്വയർമെന്റ് എഗെയിൻ ഫോക്കസ് ചെയ്യുന്ന എന്തില്ല? സ്പെസിഫിക് അസേർഷന്റെ മേലെയാണ്, കംപ്ലീറ്റ്നെസിന്റെ മേലെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ അസേർഷൻ സ്പെസിഫിക് ആയിട്ട് കംപ്ലീറ്റ്നെസിന്റെ തന്നെ ചെയ്താൽ മതി. കംപ്ലീറ്റ്നെസിന്റെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. എക്സിസ്റ്റൻസിന്റെ പോയിന്റ്സ് കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ്നെസിനെ ബേസ് ചെയ്തിട്ടല്ല എഴുതിയേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? സാർ. ഇനി നെക്സ്റ്റ് നമ്മളോട് എക്സാമിനേഴ്സ് കമന്റ് ആയിട്ട് പറയാണ്, നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് പെർഫോം ചെയ്യണം. നമ്മളോട് പറയാം വേഗ് അല്ലെങ്കിൽ ബ്രീഫ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതരുത്. അതായത് റീകാൽക്കുലേറ്റ്, റിഡൻഡൻസി പ്രൊവിഷൻ, പർപ്പസ് എഴുതുന്നില്ല. മാർക്ക് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് പറഞ്ഞ വേഗ് ആയിട്ടുള്ള എഴുതരുത്. എന്തെഴുതിയാലും എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടു കൺഫേം, ടു എൻഷുർ, ടു അഷർ, നമ്മൾ ആ പറഞ്ഞ പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവണം. അതുപോലെ തന്നെ ടെസ്റ്റ് ഡീറ്റെയിൽഡ് ആയിരിക്കണം. സോഴ്സ് ഡോക്യുമെന്റ് ഏതാന്നുള്ളത് പറയണം, അതിന്റെ പർപ്പസ് എന്താന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ടാവണം. ഓക്കെ. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചിരുന്നത് എന്താ? റിഡൻഡൻസി പ്രൊവിഷന്റെ സബ്സ്റ്റാൻറ്റീവ് ആണ്. അപ്പൊ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് റിഡൻഡൻസി പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സബ്സ്റ്റാൻറ്റീവ് എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അവിടെ വേണ്ടത് എന്താ? നോളജ് ഓഫ് റിഡൻഡൻസി പ്രൊവിഷൻ ആണ് വേണ്ടത്. അതായത് എപ്പോഴാണ് റിഡൻഡൻസി പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് മീറ്റ് ചെയ്യേണ്ടത്, ആ നോളജ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് ആ നോളജ് യൂസ് ചെയ്ത് ലോജിക്കലി എഴുതുക. അതുകൊണ്ട് നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് പ്രോബബിൾ ഔട്ട്ഫ്ലോ ഉണ്ടോ എന്ന് നോക്കി, പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കി, എമൗണ്ട് ആക്യുറേറ്റ് ആണോ എന്നുള്ളത് നോക്കി, എല്ലാ ഫിഗേഴ്സും കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി, അങ്ങനെ എഴുതി പോകണം എന്നാണ് പറയാം. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് റിഡൻഡൻസി പ്രൊവിഷന്റെ പോയിന്റ്സ് എഴുതാനായിട്ട് ആദ്യമേ റിഡൻഡൻസിയുടെ നോളജ് ആലോചിച്ച് നോക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞത് that we need to revise the accounting standards. എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ വൃത്തിക്ക്. ദെൻ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുറെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് എഴുതാം, അതിനൊക്കെ മാർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഏതൊക്കെയാ? റീകാൽക്കുലേറ്റിംഗ് റിഡൻഡൻസി പ്രൊവിഷൻ, അതേപോലെ തന്നെ എംപ്ലോയിയുടെ കറസ്പോണ്ടൻസ് നോക്കാം, അനൗൺസ്മെന്റ് പ്രിയറിന് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ, ബോർഡ് മിനിറ്റ്സ് നോക്കാം എന്ന് പറയുന്നു, റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങാം, പ്രൊവിഷൻ എമൗണ്ട് കംപ്ലീറ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ, ഡിസ്ക്ലോഷേഴ്സ് റിവ്യൂ ചെയ്യാം. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ? ഓക്കെ. നമ്മൾ ഇതിനും കൂടുതൽ ഡെപ്തിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പോയിന്റ്സിനൊക്കെ മാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ആൻഡ് ഫൈനലി നമ്മളോട് പറയാണ്, നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ റിഡൻഡൻസിയുടെ ഒക്കെ പോയിന്റ്സ് പറയുന്ന സമയത്ത് കമ്പാരിസൺ വിത്ത് ദ പ്രയർ ഇയർ ഒക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പറയാം. റിഡൻഡൻസി പ്രൊവിഷന്റെ കേസിൽ കമ്പാരിസൺ വിത്ത് പ്രയർ ഇയർ എന്ന് പറയുന്നതിന് മാർക്ക് കിട്ടുമോ? ഇല്ല. ഇല്ല. കാരണം എന്താ? പ്രീവിയസ് ഇയറിൽ റിഡൻഡൻസി ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം പ്രീവിയസ് ഇയറിൽ റിഡൻഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറണ്ട് ഇയറിന്റെ ബാലൻസ് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മാർക്ക് കിട്ടൂല. ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് ഫൈനലി നമ്മളോട് പറഞ്ഞേക്കാണ് അതർ കോമൺ ഇൻഅപ്രോപ്രിയേറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ജനറിക് പേറോൾ പ്രൊസീജിയേഴ്സ്, ഗോയിങ് കൺസേൺ ടെസ്റ്റ്, പ്രൊസീജിയേഴ്സ് ടു വെരിഫൈ ദ ഷോപ്പ് വിച്ച് ആർ ക്ലോസിംഗ് വിച്ച് ഈസ് ഫാക്ട് അൺപ്രോഫിറ്റബിൾ. ഇതെല്ലാം എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ആണ്. മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞേ ആ ഫേം പ്രോഫിറ്റബിൾ ആണോ എന്ന് പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. നമ്മളോട് റിഡൻഡൻസിയുടെ കാര്യം പറഞ്ഞേക്കാം. അപ്പോൾ റിഡൻഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പം അതേപോലെ തന്നെ കുറെ കുട്ടികൾ എഴുതി വെക്കുന്ന ഒരു പോയിന്റ് ആണ്, ഇവർ പറഞ്ഞില്ല അവരുടെ ഒരു സൈറ്റ് തന്നെ ക്ലോസ് ചെയ്യാൻ പോവാണ്, ഇത്രയും എംപ്ലോയീസ് പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗോയിങ് കൺസേണിന്റെ പോയിന്റ്സ് കുട്ടികൾ കൊണ്ട് എഴുതി വെക്കും, മാർക്ക് കിട്ടൂല. ആൻഡ് നിങ്ങളോട് പറയാണ് പേറോളിന്റെ പോയിന്റ്സ് കൊണ്ട് എഴുതി വെക്കും, മാർക്ക് കിട്ടൂല. കാരണം നിങ്ങളോട് സ്പെസിഫിക്കലി പറഞ്ഞു എന്ത് തന്നെ റിഡൻഡൻസി റിലേറ്റഡ് പ്രൊസീജിയേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്, പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് മാത്രം ഇപ്പോൾ എഴുതിയാൽ മതി, അതിന് മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വെൻ യു ആർ ഡൂയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. പക്ക ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ള സബ്സ്റ്റാൻറ്റീവിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. നമ്മൾ മോക്ക് എക്സാമിന്റെ കൂടെ തന്നെ ആയിരിക്കും ചെയ്തു പോകുന്നുണ്ടാവുക. കാരണം നമുക്ക് സബ്സ്റ്റാൻറ്റീവ്സ് ചെയ്യാനായിട്ട് പ്രീ മോക്കിന് മുന്നേ ഉള്ള സാമ്പിൾ മോക്കിൽ നമ്മൾ ബാക്കിയുള്ള ഇവിടെ നിന്നുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ സബ്സ്റ്റാൻറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻസ് റാൻഡംലി എടുത്ത് ചെയ്ത് നോക്കാതെ ആദ്യം സബ്സ്റ്റാൻറ്റീവ്സ് ഏറ്റവും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. നമ്മൾ ബാക്കിയുള്ള എല്ലാ സബ്സ്റ്റാൻറ്റീവ്സിനും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. റെക്കോർഡിംഗ്സ് നോക്കിയിട്ട് ആ സെയിം ഓർഡറിൽ തന്നെ ചെയ്തു പോരുക. ആൻഡ് സബ്സ്റ്റാൻറ്റീവിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ
റെക്കോർഡിങ്സ് കണ്ടിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യരുത്. എപ്പോഴും ചെയ്യുന്ന സമയത്ത് ആദ്യം ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ഓൺ വേർഡ്സിൽ ആൻസർ എഴുതുക, സിനാരിയോ ലിങ്ക് ചെയ്ത് എഴുതുക, അതിന് ശേഷം മാത്രം റെക്കോർഡിങ്സ് അറ്റൻഡ് ചെയ്യുക. ആ പാറ്റേണിൽ തന്നെ ചെയ്തു പോവാം കേട്ടോ. ഓക്കെ, സോ വൺ തിങ് ഈസ് പ്രിറ്റി ഷുവർ, സബ്സ്റ്റാൻറ്റീവ്സ് വൃത്തിക്ക് പഠിച്ചാൽ ഭയങ്കര നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം, സുഖമായിട്ട് എഴുതാം. നിങ്ങളൊരു ലിറ്ററലി ഞാൻ പറഞ്ഞൊരു മാച്ചിങ് മാത്രം നടത്തിയാൽ മതി. നിങ്ങൾ പഠിച്ച പോയിന്റ്സും സിനാരിയോയും റിക്വയർമെന്റുമായിട്ട് മാച്ച് ചെയ്തിട്ട് എഴുതിയാൽ മതി. വേഗ് ആയിട്ടുള്ള രീതിയിൽ പോയിന്റ്സ് എഴുതരുത്, ജനറൽ പോയിന്റ്സ് എഴുതരുത്. വെനെവർ യു ഗീവ് യു പോയിന്റ്സ്, മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് പ്രൊസീജിയർ പാർട്ട്, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഉണ്ട്, ആൻഡ് അതേപോലെ തന്നെ എന്ത് പേർപ്പസിനാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത് അതും ക്ലിയർലി പറഞ്ഞിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് അല്ലേ, നിങ്ങൾ എന്ത് എഴുതിയാലും മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ എഴുതി പോവുക, വൃത്തിക്ക് എഴുതി പോവുക. ഏറ്റവും നല്ല രീതിയിൽ സബ്സ്റ്റാൻറ്റീവ്സിന് എഴുതി പ്രിപ്പയർ ചെയ്യണം. കാരണം സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കാണ്ട് പാസ്സാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എടാ, പലരും പറയാറുള്ള ഒരു മിത്ത് ഉണ്ട്, സബ്സ്റ്റാൻറ്റീവ്സിന് ആൻസേഴ്സ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ACC നിങ്ങളെ ഫെയിൽ ആക്കുന്നത്. സത്യത്തിൽ സബ്സ്റ്റാൻറ്റീവ്സിന് ആൻസർ എഴുതാത്തപ്പോൾ ACC ഫെയിൽ ആക്കുന്നല്ല. കാരണം സബ്സ്റ്റാൻറ്റീവ്സ് തന്നെ എന്താണെങ്കിലും അറൌണ്ട് 20-25 മാർക്സിന് ചോദിക്കും. അപ്പം ഇഫക്റ്റീവ്ലി സബ്സ്റ്റാൻറ്റീവ്സ് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒന്നും എഴുതിയിട്ടില്ല, അതിൽ മാർക്ക് സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറ്റുക? മൊത്തം 100 മാർക്സിന്റെ എക്സാമിന് 25 മാർക്സ് പോയി കഴിഞ്ഞാൽ 75 മാർക്സിൽ നിങ്ങൾ 50 മാർക്സ് സ്കോർ ചെയ്യാൻ നോക്കുന്ന പോലെ ആയിരിക്കും. സോ ഇഫക്റ്റീവ്ലി അപ്പോൾ എത്രയായി? ഒരു 70% അല്ലെങ്കിൽ 80% മാർക്ക് വേണം നിങ്ങൾക്ക് പാസ്സാവാൻ. സോ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫെയിൽ ആവും. അപ്പൊ അത് സബ്സ്റ്റാൻറ്റീവ്സ് എഴുതാക്കാത്തതുകൊണ്ട് ACC നിങ്ങളെ ഫെയിൽ ആക്കുന്നല്ല, നിങ്ങൾ തന്നെ സ്വയം ഫെയിൽ ആവുന്ന. അപ്പം അങ്ങനത്തെ കേസസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട. സബ്സ്റ്റാൻറ്റീവ്സ് വൃത്തിക്ക് പഠിക്കുക, നല്ല രീതിയിൽ എഴുതുക. മിനിമം 50% മാർക്കെങ്കിലും സ്കോർ ചെയ്താൽ പോലും നമുക്ക് സുഖമായിട്ട് പാസ്സായി പോവാം. ബട്ട് സബ്സ്റ്റാൻറ്റീവ്സിന് മിനിമം 50% മാർക്ക് ഒന്നുമല്ല, നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബട്ട് ബൈഹേർട്ട് പഠിക്കരുത്, പോയിന്റ്സ് മീനിങ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഓൺ വേർഡ്സ് എഴുതുക. ബൈഹേർട്ട് പഠിക്കുന്നല്ല, ഇപ്പം ഫാക്കൽറ്റിയായി ഞാൻ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് അതേപോലെ തന്നെ കൊണ്ട് എഴുതി വെക്കരുത്, നള്ളിഫൈഡ് ആവും. ഓൺ വേർഡ്സിൽ തന്നെ സിനാരിയോ കണക്ട് ചെയ്തിട്ട് എഴുതുക കേട്ടോ. ക്ലിയർ ആയോ? ഫൈൻ, ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഐ ബിലീവ് എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒപ്പം തന്നെ ചെയ്തു പോയി എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്നിട്ട് ഇന്ന് തന്നെ ചെയ്യണം ഈ ക്വസ്റ്റ്യൻ. സബ്സ്റ്റാൻറ്റീവ്സിൽ എല്ലാ ഏരിയാസും റിവൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീക്കിൽ നമ്മുടെ ഈ റിവിഷന്റെ കൂടെ തന്നെ നിങ്ങളുടെ റിവിഷൻ കംപ്ലീറ്റ് ആവണം. നെക്സ്റ്റ് വീക്ക് റിവിഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യരുത്. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് മോക്ക് എക്സാംസ്, മൾട്ടിപ്പിൾ മോക്ക് എക്സാംസ് എഴുതാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് മേലെ മാത്രം ഫോക്കസ് ചെയ്യുക. ഇതിനൊപ്പം തന്നെ നിങ്ങൾ MCQ ക്വസ്റ്റ്യൻസും ചെയ്തു പോവുക. MCQസിന്റെയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾമോസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത് പോയതായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കി പോവുക എല്ലാവരും. ആരെങ്കിലും MCQs കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് MCQs ചെയ്യുന്നതിന് മുന്നേ തിയറീസ് എല്ലാം നോക്കി തീർക്കണം, എങ്കിൽ MCQ മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെ മിക്സ് ഓഫ് തിയറീനെ ബേസ് ചെയ്തിട്ടായിരിക്കും MCQs വരിക. അപ്പൊ എല്ലാവരും പ്രോപ്പർലി തന്നെ നോക്കുക. അപ്പൊ ഇന്നത്തെ ഈ ക്വസ്റ്റ്യനകത്ത് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗം നമ്മൾ ഇന്റൻഷനലി സ്കിപ്പ് ചെയ്തേക്കുന്നതാണ്. കാരണം നാളത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാ? റിപ്പോർട്ടിങ്, കോർപ്പറേറ്റ് ഗവർണൻസ്, എത്തിക്സ്, ക്വാളിറ്റി മാനേജ്മെന്റ്. ഈ 4 ഏരിയാസ് റിവൈസ് ചെയ്യും. ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളെ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓൾ റൈറ്റ്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു.